ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അനാറ്റമിയാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ അനാറ്റമിയുടെ ആദ്യത്തെ പാർട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? അനാറ്റമി നിങ്ങളുടെ എക്സാമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ അനാറ്റമി പഠിക്കുന്നത് എങ്ങനെയെന്നും അറിയാം അല്ലേ? നമ്മൾ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത്. അനാറ്റമി കുറേ നമ്മൾ മഗപ്പ് ചെയ്യുന്നില്ല. ഏതൊരു ക്ലാസ് ആയാലും നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടാവും. ആ കൺസെപ്റ്റ്സ് നമ്മുടെ മനസ്സിൽ എക്സാം ഹാളിൽ നമുക്ക് ഓർമ്മ വരും അല്ലേ? നമ്മൾ കുറേ മഗപ്പ് ചെയ്യുന്നതിനേക്കാളും കണ്ടു പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി പിക്ചേഴ്സിലൂടെയും ആനിമേഷൻസിലൂടെയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലോട്ട് കടന്നാലോ? ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഡൈജഷൻ എന്ന് പറയുന്ന മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു ജസ്റ്റ് ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. When you eat food and drink water, it passes from the mouth into a long muscular tube called the esophagus. The esophagus tightens and relaxes to move food down into the stomach. The stomach mixes the food with digestive juices, churning and mashing the food into smaller and smaller pieces. The digestive juices also act to kill bacteria that might be eaten in food. The partially digested food is then delivered from the stomach to the next part of the digestive system called the small intestine. In the small intestine, water and nutrients are absorbed into the blood vessels. You can now see vitamins, minerals, proteins, carbohydrates, fats, and water from the food being delivered to your cells. Eating the right foods keep yourself healthy. അപ്പോൾ നമ്മൾ ഡൈജഷൻ്റെ ഒരു മെക്കാനിസം എളുപ്പമുള്ളൊരു വീഡിയോയിലൂടെ കണ്ടു നോക്കി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഡൈജഷൻ്റെ ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ ഡൈജഷൻ നടക്കുന്നതെന്നും ഓരോ ബോഡി പാർട്സിൻ്റെ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ നോക്കാം. അതിനുശേഷം ഓരോ ബോഡി പാർട്സിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പ്രത്യേകം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ അനാറ്റമിയും ഫിസിയോളജിയും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, ഫുഡ് ഉള്ളിലോട്ട് കയറുന്നു, അത് അസിമിലേറ്റ് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്യുന്നു, അതിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്തെടുക്കുന്നു അല്ലെ? അപ്പൊ ദ ഹോൾ പ്രോസസ് ആണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള പാർട്സ് ഏതൊക്കെയാണ്? ഈ എലിമെന്ററി കനാലിലുള്ള പാർട്സ് പറയുകയാണെങ്കിൽ മൗത്ത് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഈസോഫേഗസ് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്, സ്മോൾ ഇൻറ്റസ്റ്റൈനും ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനും ഉണ്ട് അല്ലെ? അപ്പൊ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫുഡിനെ റിസീവ് ചെയ്ത് അതിനെ പ്രിപ്പയർ ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡി അസിമിലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ അതിന്റെ ഫുഡിൽ നിന്നുള്ള ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ആ ഫുഡിനെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ആ കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എലിമെന്ററി കനാലിന്റെ പാർട്സ് ഏതൊക്കെയാണ്? മൗത്ത്, ഫാരിങ്സ്, ഈസോഫേഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ നമ്മളിത് ഓരോ ബോഡി പാർട്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ദ എലിമെന്ററി കനാൽ സ്റ്റാർട്ട്സ് വിത്ത് ദ മൗത്ത് അല്ലെ? അപ്പൊ മൗത്ത് എന്ന് പറയുന്നത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓവൽ ക്യാവിറ്റി ആണ് അല്ലെ? അതാണ് നമ്മുടെ എലിമെന്ററി കനാലിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നത് വായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തന്നെ രണ്ട് പാർട്ട് ഉണ്ട് കേട്ടോ. ഒരു പുറത്തൊരു സ്മോൾ പാർട്ട്, അതാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് പറയും കേട്ടോ. വെസ്റ്റിബ്യൂളും ഉണ്ട്, രണ്ട് പാർട്സ് ഉണ്ട്. മൗത്ത് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മുടെ ഈ ഗമ്മിന്റെയും ടീത്തിന്റെയും ഇടയിലുള്ള പാർട്ടില്ലേ? നമ്മുടെ ഗംസിന്റെയും ഈ പല്ലിന്റെയും ഇടയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ലിപ്പില്ലേ, നമ്മുടെ ചുണ്ടിന്റെയും അത് കഴിഞ്ഞ് ചീക്കിന്റെയും അതിൻ്റെയൊക്കെ ലിപ്സ് ആൻഡ് ചീക്സ്, അതൊക്കെയാണ് ആ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇടയിലുള്ള സ്മോൾ പാർട്ട് നമ്മുടെ ആ ഒരു ഗമ്മിന്റെയും അതുപോലെ ടീത്തിന്റെയും ഇടയിലുള്ള ആ പാർട്ടിനെ നമ്മൾ എന്താ പറയുന്നത്? വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നു. ഓക്കെ, ദ സെക്കൻഡ് പാർട്ട്, ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റി ആണ്. മൗത്തിന്റെ ഓറൽ ക്യാവിറ്റി ഉണ്ട്. അപ്പൊ ഈ ക്യാവിറ്റിയുടെ ബൗണ്ടറീസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. വായുടെ ഉള്ളിലെ ക്യാവിറ്റിയുടെ ബൗണ്ടറീസ് എന്തൊക്കെയായിരിക്കാം? യെസ്, അതിന്റെ സൈഡുകളിൽ നമ്മുടെ മാക്സിലറി ബോൺ ഉണ്ട്, ടീത്ത് ഉണ്ട്, പിന്നെ എന്താണ്? കമ്മ്യൂണിക്കേറ്റ്സ് ബിഹൈൻഡ് വിത്ത് ഓറൽ ഫാരിങ്സ് അല്ലെ? നമ്മൾ ഫാരിങ്സിന്റെ നെയ്സോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ്, ലാരഞ്ചോ ഫാരിങ്സ് എന്നൊക്കെ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പോൾ ഓക്കെ, ആദ്യം രണ്ട് പാർട്സ് ഉണ്ട്, ഒരു സ്മോൾ പാർട്ട് ആൻഡ് ലാർജർ ഇന്നർ പാർട്ട്. ഇന്നർ പാർട്ട് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റിയുടെ എന്താണ്? ഓറൽ ക്യാവിറ്റിയുടെ മേളിൽ നമ്മുടെ പെലൈറ്റും സൈഡിലെല്ലാം ടീത്തും അതിന്റെ ബേസിൽ ടങ്ങും ഒക്കെ വരുന്നുണ്ട് അല്ലെ? ഒരു ഓറൽ ക്യാവിറ്റി ഉണ്ട്. അപ്പൊ അത് ബാക്കിലോട്ട് ബിഹൈൻഡിൽ വരുന്ന നമ്മുടെ ഓരോ ഫാരിങ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൗത്തിന്റെ റൂഫിൽ എന്താ വരുന്നത്? റൂഫില് നമ്മുടെ വായുടെ റൂഫിൽ പാലറ്റ് വരും അല്ലെ? പാലറ്റ് വരും. ഈ പാലറ്റിൽ തന്നെ നമ്മുടെ ഹാർഡ് പാലറ്റും ഉണ്ട്, സോഫ്റ്റ് പാലറ്റും ഉണ്ട് അല്ലെ? പിന്നെ എന്താണ്?
ടങ് ആണ് ഫ്ലോറിൽ വരുന്നത് അല്ലെ. ദ ടങ് ലൈസ് ഇൻ ദ ഫ്ലോർ അറ്റാച്ച് ടു ദ ഹയോയിഡ് ബോൺ. ടങ് എന്തുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു? ഹയോയിഡ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൗത്തിന്റെ റൂഫിൽ പാലൈറ്റ് ഉണ്ട്, ടങ് ലൈസ് ഇൻ ദ ഫ്ലോറിൽ നമ്മുടെ ടങ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണുള്ളത്? ഇനി നമ്മുടെ മിഡിൽ ലൈനിന് ഫോൾഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ കോൾഡ് ഫ്രെനുലം ലിംഗെ കണക്ട്സ് ദ ടങ് വിത്ത് ദ മൗത്ത് ഫ്ലോർ. ഓക്കെ, മൗത്തിന്റെ ഫ്ലോറുമായിട്ട് ടങ്ങിനെ കണക്ട് ചെയ്യുന്ന ആരാണ്? ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഫോൾഡ് ആണ്. അതിനെ നമ്മൾ എന്താ പറയാ? ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നു കേട്ടോ. ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നത് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഫോൾഡ് ആണ്. അത് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? ഇറ്റ് കണക്ട്സ് ദ ടങ് വിത്ത് ദ മൗത്ത് ഫ്ലോർ. പിന്നെ സൈഡിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കിയേ. നമ്മൾ പിക്ചറിൽ മൗത്തിന്റെ പിക്ചർ ഉണ്ട് കേട്ടോ. പാലേറ്റ്, ടങ്, നമ്മുടെ ടീത്ത്, റൂഫിൽ നമ്മുടെ ടങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? ഓൺ ഈച്ച് സൈഡ് ഓഫ് ദിസ് ലൈസ് ദ സബ് ലിംഗ്വൽ പാപ്പില ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലായിട്ടും സബ് ലിംഗ്വൽ പാപ്പില വരുന്നുണ്ട്. അതിൽ നമ്മൾ സലൈവറി ഗ്ലാൻഡുകളുണ്ട്. പെരോട്ടിഡ്, സബ് മാൻഡിബുലാർ, പെരോട്ടിഡ് ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, സബ് മാക്സിലറി ഗ്ലാൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, അപ്പോൾ ഈ സബ് മാൻഡിബുലാർ ഗ്ലാൻഡിന്റെ ഓപ്പണിംഗ് ഉള്ളതാണ് ഈ ഒരു സബ് ലിംഗ്വൽ പാപ്പിലയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സൈഡ്, ഫ്രെനുലം ലിംഗ്വയുടെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ സബ് ലിംഗ്വൽ പാപ്പില വരുന്നത്. അവിടെ എന്തുണ്ട്? സബ് മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ സബ് ലിംഗ്വൽ ഫോൾഡ് വരുന്നുണ്ട്. അവിടെ ഈ സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡിന്റെ ഓപ്പണിങ്സ് വരുന്നുണ്ട്. നമ്മുടെ സലൈവറി ഗ്ലാൻഡുകൾ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ഇവിടെ എന്താണ്? സബ് ലിംഗ്വൽ പാപ്പില വരുന്നുണ്ട്. ഈ ഫ്രെനുലം ലിംഗ്വയുടെ രണ്ട് സൈഡിലായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സബ് ലിംഗ്വൽ പാപ്പില വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൗത്ത് ആണ് അല്ലേ. അപ്പോൾ മൗത്ത് കണ്ടു, മൗത്തിൽ അതിൻ്റെ റൂഫിൽ എന്താണ്, ഫ്ലോറിൽ എന്താണെന്നൊക്കെ കണ്ടു. ഫ്രെനുലം ലിംഗ്വയാണ് എന്താ ചെയ്യുന്നത്? ഇറ്റ് കണക്ട്സ് ദ മൗത്ത് ടങ് വിത്ത് ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്. പിന്നെ നമ്മൾ സബ് ലിംഗ്വൽ പാപ്പില കണ്ടു. സബ് ലിംഗ്വൽ പാപ്പിലയിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡായ സബ് മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡിന്റെ ഓപ്പണിംഗ് ഉണ്ട്. അതിന് പുറത്തായിട്ട് നമ്മുടെ ഒരു സബ് ലിംഗ്വൽ ഫോൾഡ് ഉണ്ട്. അവിടെ സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ സലൈവറി ഗ്ലാൻഡുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. പെരോട്ടിഡ് ഉണ്ട്, സബ് മാൻഡിബുലാർ ഉണ്ട്, സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ് ഉണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? പെരോട്ടിഡ് ഗ്ലാൻഡ്. അത് ക്വസ്റ്റ്യൻ വന്നതാണ്, PYക്ക് വന്നതാണ്. ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞത് ഏതാണ്? പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ നമ്മുടെ മൗത്തിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ ഏതാണ്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. നിറയെ ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതാണ് മ്യൂക്കസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാസ്കുലാർ ആണ്, നിറയെ നമ്മുടെ സെൻസറി നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മൗത്തിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ ഒക്കെ കവർ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചാണ്? ഏത് എപ്പിത്തീലിയമാണ്? ദാറ്റ് ഇസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഇസ് കവേർഡ് വിത്ത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം. ഓക്കെ, ഇനി നമുക്കറിയാം ലിപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ് ലിപ്പിനെ പറ്റി പറയാൻ? ദേ ആർ ടു ഫ്ലെഷി ഫോൾസ് വിച്ച് ഫോംസ് ഒറിഫൈസ് ഓഫ് ദ മൗത്ത് അല്ലെ. അവരുടെ പുറത്ത് സ്കിന്നുമാണ്, ഉള്ളിൽ മ്യൂക്കസ് മെംബ്രെയിനുമാണ്. പുറമേ സ്കിന്നും ഉള്ളിൽ മ്യൂക്കസ് മെംബ്രെയിനുമാണ്. ടു ഫ്ലെഷി ഫോൾസ് വിച്ച് ഫോംസ് നമ്മുടെ മൗത്തിന്റെ ഒറിഫൈസ് ഫോം ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പം നമ്മുടെ ലിപ്പിനെ ക്ലൂസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന മസിൽ ഏതാണെന്നറിയോ? ഓർബിക്കുലാരിസ് ഓറിസ് ആണ് ലിപ്പിനെ ക്ലൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. റേസ് ചെയ്യാൻ സഹായിക്കുന്നത് ലെവാറ്റർ ആംഗുലിയോറിസ്. അതുപോലെ ഡിപ്രസ് ചെയ്യാൻ സഹായിക്കുന്നത് ഡിപ്രസർ ആംഗുലിയോറിസ്. ഓക്കെ, പിന്നെ നമ്മുടെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും കൂടെ ചേരുമ്പോഴാണ് എന്താണ്? നമ്മുടെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും കൂടെ ചേരുമ്പോൾ ആംഗിൾ ഓഫ് ദ മൗത്ത് ആവുന്നു. ഓക്കെ, അപ്പൊ ലിപ്പിനെ പറ്റി പഠിച്ചു. അടുത്തത് പാലറ്റ്. പാലറ്റിന് രണ്ട് പാർട്സ് ഉണ്ട് കേട്ടോ. എന്താണ്? ഹാർഡ് പാലറ്റും ഉണ്ട്, സോഫ്റ്റ് പാലറ്റും ഉണ്ട്. ഫ്രണ്ടിലുള്ള നമ്മുടെ ഹാർഡ് ബോണി പാർട്ടിനെ നമ്മൾ എന്ത് പറയും? ഹാർഡ് പാലറ്റ് എന്നും, പിന്നെ ബാക്കിലുള്ള മസ്കുലാർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സോഫ്റ്റ് പാലറ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, പിന്നെ ഈ സോഫ്റ്റ് ഇതിന്റെ ഈ മൂവ്മെന്റ്സും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മസിൽസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ സോഫ്റ്റ് പാലറ്റിന്റെ മിഡിലിൽ നിന്നാണ് നമ്മുടെ ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും കഴിഞ്ഞു. ഫ്രം ദ മിഡിൽ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് എ കോണിക്കൽ പ്രോസസ്, എന്താണ്? ഉവുല എന്ന് പറയുന്നത്. ഉവുല ഹാങ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മുടെ ചീക്സ് ഉണ്ട്. ചീക്സ് ഫ്രോം ദ ഫ്ലെഷി സൈഡ് ഓഫ് ദ ഫേസ്. അത് നമ്മുടെ ചീക്ക് ലിപ്പുമായിട്ട് ചേർന്നിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ നെയ്സോലേബിയൽ ഫോൾഡിന്റെ അവിടെ വെച്ചാണ്. വിച്ച് റൺസ് ഫ്രോം ദ സൈഡ് ഓഫ് ദ നോസ് ടു ദ കോർണർ ഓഫ് ദ മൗത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചീക്കിനെ പറ്റി പറഞ്ഞു. ചീക്കാണ് ഫ്ലെഷി സൈഡ് ഓഫ് ദ ഫേസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പം നമ്മുടെ മൗത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. മൗത്തിന്റെ 2 പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞു, വെസ്റ്റിബ്യൂളും പിന്നെ ഒരു ഓറൽ ക്യാവിറ്റിയും, പിന്നെ നമ്മുടെ അതിന്റെ ലിപ്പിന്റെ കാര്യം പറഞ്ഞു, ചീക്കിന്റെ കാര്യം പറഞ്ഞു. അടുത്ത നമുക്ക് എന്താണ്, ചീക്കിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്, അത് മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, അതിന്റെ പാപ്പില, ടൈനി പാപ്പിലയൊക്കെ ഉണ്ട്. ചീക്ക് മസിലിന് എന്താ വിളിക്കുക, PYQ ആണ് കേട്ടോ. നമ്മുടെ ലിപ്പിന്റെ ഓർബിക്കുലാരിസ് ഓറിയും ചോദിച്ചതാണ്. അതുപോലെ ചീക്കിന്റെ മസിൽ, അതായത് ബക്സിനേറ്റർ മസിൽ എന്ന് പറയുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പിന്നെ എന്താ പഠിക്കാനുള്ളത്, ടീത്തിനെ പറ്റി അല്ലേ. അപ്പൊ ടീത്തിൽ നമുക്ക് എന്താ 2 സെറ്റ് ടീത്ത് ഉണ്ടെന്ന് അറിയാം, ടെമ്പററി സെറ്റും പെർമനന്റ് സെറ്റും. ടെമ്പററി സെറ്റിനെ നമ്മൾ എന്ത് പറയും, 2102 എന്ന് പറയും അല്ലെ. ഡെന്റീഷൻ 2 സ്റ്റാൻഡ്സ് ഫോർ ഇൻസിസേഴ്സ്, കെനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഇതാണ് നമ്മുടെ ടെമ്പററി അല്ലെങ്കിൽ ഡെസിഡുവസ് ടീത്തിന്റെ ഡെന്റീഷൻ വരുന്നത്. പെർമനന്റ് ആണെങ്കിൽ എന്താ വരിക, 2123 അല്ലേ, എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, 2 സെറ്റ് ടീത്ത് ഉണ്ട്, ടെമ്പററി സെറ്റും പെർമനന്റ് ടീത്തും. ഓക്കെ, അപ്പൊ ഈ ടെമ്പററി സെറ്റിൽ എത്രയുണ്ട്, ഈ ടെമ്പററി സെറ്റിൽ നമുക്ക് 20 ടീത്ത് ആണ്. ഇവിടെ എത്രയാണ്, 32 ആണുള്ളത് അല്ലേ. ഓക്കെ, ഇപ്പൊ ഇവിടെ 5 വരുന്നു, 5 5 5 5 അല്ലെ, ഇത് ഒരു സൈഡിലാണ് വരുന്നത്. അപ്പൊ മൊത്തത്തിൽ 20 വരുന്നു. ഇവിടെ എത്രയാ വരുന്നത്, 8 8 8 8. ഓക്കെ, അപ്പം 32 വരുന്നു. അപ്പോൾ പക്ഷെ ഇവിടുത്തെ അറേഞ്ച്മെന്റ് 2 1 2 3, 2 ഇൻസിസേഴ്സ്, 1 canine, 2 premolars ആൻഡ് 3 molars. ഇവിടെയാണെങ്കിൽ 2 ഇൻസിസേഴ്സ്, 1 canines, no premolars ആൻഡ് 2 molars. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഒരു സൈഡിലെ ഒരു ഹാഫിൽ വരുന്നത്. അപ്പോൾ 20 ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് ഉണ്ട്. അതിൽ ഒരു ജോയിൽ എത്രണ്ണമുണ്ട്, ഒരു അപ്പർ ജോയിൽ എത്രണ്ണം വരും, 10 എണ്ണം വരും. അതുപോലെ ലോവർ ജോയിലും 10 എണ്ണം വരും. ഓക്കെ, അപ്പർ ജോയിൽ 10 എണ്ണം, ലോവർ ജോയിൽ 10 എണ്ണം. അപ്പർ ജോയിൽ 10 എണ്ണം, ലോവർ ജോയിൽ 10 എണ്ണം. അങ്ങനെയാണ് നമുക്ക് ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ഡെസിഡുവസ് ടീത്ത് എന്നൊക്കെ പറയുന്നത് 20 വരുന്നത്. അപ്പൊ ഈ ഇതാണ് നമ്മുടെ ഏതാണ് 2102 എന്നുള്ള ഓർഡറിൽ വരുന്നത് അല്ലെ. 2102, 2 ഇൻസിസേഴ്സ്, 1 canine, no premolars ആൻഡ് 2 premolars. ഓക്കെ, അപ്പൊ ഈ ഓർഡറിൽ വരുന്നത് ഇത് അങ്ങനെയാണ് നമ്മുടെ 5 വരുന്നത്. ഓക്കെ, മിഡിൽ ലൈനിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ 2 ഇൻസിസേഴ്സ്, 1 canines ആൻഡ് 2 molars. 2 ഇൻസിസർ ആദ്യം വരുന്നു. ആദ്യം വരുന്നത് ഏതാണ്, ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 2 ഇൻസിസർ 2 1 0 2. അതുപോലെ ഇവിടെയും 2 1 0 2, ഇവിടെയും 2 1 0 2, 2 1 0 2. അങ്ങനെ നമുക്ക് 20. ഇനി പെർമനന്റ് ടീത്ത് വരുമ്പോൾ എത്രയാണ്, 32 ഉണ്ട് അല്ലെ. 32 ഉണ്ട്. അപ്പൊ ടീത്ത് നോക്കിയേ എങ്ങനെയാ വരിക, 32 മേളില് 16, താഴെ 16 അല്ലെ. അപ്പൊ ഹാഫ് വരുമ്പോഴത്തേക്ക് അപ്പൊ എങ്ങനെ വരും, 2 1 2 3, 2 1 2 3. ആ ഓർഡറിൽ വരും. ഓക്കെ, 2 ഇൻസിസേഴ്സ്, 1 canines, 2 premolars ആൻഡ് 3 molars. അപ്പൊ മൊത്തത്തിൽ എത്ര വന്നു, യെസ് 32 പെർമനന്റ് ടീത്ത് വന്നു. പെർമനന്റ് ടീത്ത് 32 വന്നു. പെർമനന്റ് ടീത്ത് നമ്മുടെ ടെമ്പററി അല്ലെങ്കിൽ മിൽക്ക് ടീത്തിനെ റീപ്ലേസ് ചെയ്യുന്നു അല്ലെ. ഒരു 6 വയസ്സ് മുതലൊക്കെയാണ് നമുക്ക് മിൽക്ക് ടീത്ത് പോയിട്ട് ഓരോ പല്ല് പോയിട്ട് പുതിയ പല്ല് വന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളെ മൗത്തിന് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഗൻ എന്താണ്, നമ്മുടെ ഫാരിങ്സിനെ പറ്റി പറയണം അല്ലെ. ഫാരിങ്സ് നമ്മൾ പറഞ്ഞു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും റോളുണ്ട്, അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലും റോളുള്ള ഒരാളാണ്. അപ്പൊ ഇത് എവിടെയാ വരുന്നത്, ഫാരിങ്സ് നമ്മുടെ നോസിന്റെ ബാക്കിലായിട്ട് അല്ലെ, നോസിന്റെയും മൗത്തിന്റെയും ലാരിങ്സിന്റെയും ബാക്കിൽ. അതുകൊണ്ട് തന്നെ ഫാരിങ്സിന്റെ പാർട്സിൽ നീസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോ ഫാരിങ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതൊരു കോമൺ പാത്വേ ആണ്. ഇറ്റ് ഈസ് എ കോൺ ഷേപ്ഡ് മസ്കുലാർ മെംബ്രേനിയസ് പാസേജ്. ഓക്കെ, അപ്പൊ ഇത് സ്കള്ളിന്റെ ബേസ് മുതൽ 6th cervical vertebrae വരെ, ദാറ്റ് ഈസ് ദ ലെവൽ ഓഫ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ഓക്കെ, അപ്പൊ ഈ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ അവിടെ വെച്ചാണ്, ക്രിക്കോയിഡ് കാർട്ടിലേജ് ഓർക്കുന്നുണ്ടോ, നമ്മൾ ലാരിങ്സ് പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു അല്ലെ. ലാരിങ്സിൽ പഠിച്ചപ്പോൾ തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, അരറ്റിനോയിഡ്, ക്യൂണിഫോം, കോണിക്കുലേറ്റ്, ഇങ്ങനെ തരത്തിലുള്ള കാർട്ടിലേജുകളുണ്ട്. ഓക്കെ, അതിൽ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ പ്രത്യേകതയും നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഇറ്റ് ഇസ് ഓൺലി കംപ്ലീറ്റ് കാർട്ടിലേജ് അല്ലെ, കംപ്ലീറ്റ് ഒരു റിങ് പോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ ലെവല് വരെയാണ് നമ്മുടെ എന്തുള്ളത്,
അവിടെ വെച്ചാണ് ഈ ഫാരിങ്സ് ഈസോഫാരിങ്സ് ഉള്ളത്. ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ എവിടെ വരെയുണ്ട്. ഈ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ അവിടെ വെച്ചാണ് ഈ ഫാരിങ്സ് ഈസോഫേഗസുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് ഏതാണ് വെർട്ടിബ്രെ പറയുകയാണെങ്കിൽ C6. ഓക്കെ, സ്കള്ളിന്റെ ബേസ് മുതൽ 6th സർവൈക്കൽ വെർട്ടിബ്രെ വരെ, സ്കള്ളിന്റെ ബേസ് മുതൽ 6th സർവൈക്കൽ വെർട്ടിബ്രെ വരെ വരുന്നുണ്ട്. അവിടെ വെച്ചാണ് എന്താണ് ഈ ഫാരിങ്സ് ഈസോഫേഗസുമായിട്ട് ജോയിൻ ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുന്നത് കൊണ്ട് നമുക്ക് ഇത്തിരി ഡെപ്തി പോകണം, ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ അറ്റ് ദിസ് ലെവൽ ഓൾസോ ദ ലാരിങ്സ് ജോയിൻസ് ദ ട്രക്കിയ. ഓക്കെ, അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം വരെയാണെങ്കിൽ ഫാരിങ്സ് കഴിഞ്ഞു, ലാരിങ്സ് കഴിഞ്ഞു. ഈ ലാരിങ്സ് ട്രക്കിയ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലവും അവിടെയാണ്. ലാരിങ്സ് ട്രക്കിയ ആയിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലവും അവിടെ തന്നെയാണ്. ഓക്കെ, ഇനി ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ 12.5 സെന്റിമീറ്റർ ഓർ 5 ഇഞ്ചസ് ലോങ് എന്ന് പറയാം. ഫാരിങ്സിന് എന്ത് പറയാം? ഇറ്റ് ഈസ് 12.5 സെന്റിമീറ്റർ ഓർ 5 ഇഞ്ചസ് ലോങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാറിഞ്ചോഫാരിങ്സ്. ക്ലിയർ ആണോ? അപ്പൊ നെയ്സോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ ഫാരിങ്സിന്റെ ഭാഗമാണ്. നോസിന്റെ ബാക്കിലായതുകൊണ്ട് അതിനെന്ത് വിളിക്കും? നെയ്സോഫാരിങ്സ്. മൗത്തിന്റെ ബാക്കിലാണെങ്കിൽ എന്ത് വിളിക്കും? ഓറോഫാരിങ്സ്. ലാറിങ്സിന്റെ ബാക്കിലാണെങ്കിൽ ലോവസ്റ്റ് പാർട്ടിനെ ലാറിഞ്ചോഫാരിങ്സ്. ഓക്കെ, അപ്പൊ നെയ്സോഫാരിങ്സിലോട്ടാണ് ഇൻ ടു ദ വോൾസ് ദിസ് പാർട്ട് ദ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലെ, യൂസ്റ്റേഷ്യൻ ട്യൂബ്. പിന്നെ അഡിനോയിഡ് ഒക്കെ ഉള്ളത് അവിടെയാണ്. നമ്മൾ പഠിച്ചു നെയ്സോഫാരിങ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നു. പിക്ചർ നോക്കിയേ, നമ്മുടെ നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാറിഞ്ചോഫാരിങ്സ്. നെയ്സോഫാരിങ്സിൽ എഡിനോയിഡ് ഒക്കെ ഉണ്ട് അല്ലെ. നമ്മുടെ ഓറോഫാരിങ്സ് അവിടെയാണ് നമ്മുടെ ടോൺസിൽസ് വരുന്നത്. ഓക്കെ, ടോൺസിൽസ് ലൈ ഇൻ ദ ലാറ്ററൽ വോൾസ്, നമ്മുടെ പാലറ്റൈൻ ടോൺസിൽസുകളൊക്കെ ഉണ്ട്. ലാറിഞ്ചോഫാരിങ്സ് ലാറിങ്സിന്റെ ബാക്കിലായിട്ട് വരുന്നത്. അപ്പം 3 പാർട്സ് ഉണ്ട് ഫാരിങ്സിന് അല്ലെ. ഫാരിങ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മൾ മൗത്ത് കഴിഞ്ഞു. ദ നെക്സ്റ്റ് പാർട്ട് ദാറ്റ് ഇസ് എ ഫാരിങ്സ്. ഓക്കെ, അപ്പൊ ഫാരിങ്സിൽ 3 പാർട്ട് ഉണ്ട് ഫാരിങ്സിന്. നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാറിഞ്ചോഫാരിങ്സ്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത പോർഷനിലോട്ട് പോയാലോ? അടുത്തത് നമ്മുടെ മൗത്ത് കഴിഞ്ഞു. മൗത്തിൽ നിന്ന് ഫുഡ് ഫാരിങ്സിലോട്ട് പോയി. അതിനുശേഷം എങ്ങോട്ടാ പോകുന്നത്? ഈസോഫേഗസിലോട്ട് അല്ലെ. എവിടെയോട്ടാ പോകുന്നത്? ഈസോഫേഗ. അപ്പൊ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ അവിടെ വെച്ചാണ് ഈ ഫാരിങ്സ് ഈസോഫേഗസുമായിട്ട് ജോയിൻ ആവുന്നത്. ഈസോഫേഗസ് എന്ന് പറഞ്ഞു നോക്കിയേ, കണ്ടോ? ഈസോഫേഗസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മസ്കുലാർ ട്യൂബാണ് കേട്ടോ. 23 മുതൽ 25 സെന്റിമീറ്റർ ലോങ് ആണ്. ഇഞ്ചിൽ പറയുകയാണെങ്കിൽ 9 മുതൽ 10 ഇഞ്ചസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫാരിങ്സിൽ നിന്ന് എവിടോട്ട് വരുന്നു? ദാ സ്റ്റൊമക്കിന്റെ കാർഡിയാക് ഓറിഫൈസ് വരെ. അപ്പൊ ഫാരിങ്സിൽ നിന്ന് മേളില് ഫാരിങ്സ് ആണ്, താഴെ എന്താണ്? നമ്മുടെ സ്റ്റൊമക്കിന്റെ കാർഡിയാക് ഓറിഫൈസ് ആണ്. പിന്നെ അത് ഇരിക്കുന്നത് നമ്മുടെ ട്രക്കിയയുടെ ബാക്കിലായിട്ടാണ്. ഇറ്റ് ലൈസ് ബിഹൈൻഡ് ദ ട്രക്കിയ. ഓക്കെ, ടു വിച്ച് ഇറ്റ് അഡാപ്റ്റ്സ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. അപ്പൊ ഇതിന്റെ ഫ്രണ്ടിൽ ആരായിരിക്കുന്ന? ഫാരിങ്സിന്റെ ഈസോഫേഗസിന്റെ ഫ്രണ്ടിൽ ആരായിരിക്കുന്നത്? ട്രക്കിയ. ഇത് ട്രക്കിയയുടെ ബാക്കിലായിട്ട് വരും. അതുപോലെ വെർട്ടിബ്രൽ കോളത്തിന്റെ ഫ്രണ്ടിലായിട്ടും വരും അല്ലെ. ഓക്കെ, അപ്പൊ ഇത് തൊറാക്സിലൂടെ പോയിട്ട് ഇറ്റ് പിയേഴ്സസ് ദ ഡയഫ്രം ടു എൻറ്റർ ദി അബ്ഡോമൻ അല്ലെ. അത് ഡയഫ്രത്തിന്, നമ്മുടെ ഡയഫ്രം ഇടയിൽ വരുന്ന ഈ ഡയഫ്രത്തിനേക്ക് ഇത് പിയേഴ്സ് ചെയ്ത് പോയി എന്തിലോട്ട് പോവും? നമ്മുടെ സ്റ്റൊമക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ ഒരു ഓർഡർ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും. അപ്പൊ മൗത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞു ഫാരിങ്സ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നമ്മുടെ ഈസോഫേഗസ് കഴിഞ്ഞു, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇങ്ങനെ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം. മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റും അസേർഷൻ റീസണിങ്ങും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് ഓരോ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഡെപ്തിൽ ഇറങ്ങിച്ചെന്ന് പിക്ചേഴ്സിന്റെയും അനിമേഷന്റെയും സഹായത്തോടെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് ചോദിച്ചാലും നമുക്കത് ഓർത്ത് എഴുതാൻ സാധിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ക്വസ്റ്റ്യൻ ശീലിക്കുന്നു എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കാരണം അത്രത്തോളം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലെ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് MCQs
ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം. നമ്മളിപ്പോൾ ഓരോ ക്ലാസ്സിന്റെ കൂടെ മോർ ദാൻ 30+ ഒരു നിയർലി 50 ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ സാധാരണ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് മുന്നേ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത ഒരു ജിപ്മർ, അതുപോലെ മുന്നേ ഉള്ള എല്ലാം നമ്മുടെ ഒരു അനാറ്റമി ഏതെല്ലാം എക്സാമിൽ വരാമോ, PSCയുടെ ഏതൊക്കെ ഇതിൽ അനാറ്റമി വരാമോ അതിൽ നിന്നെല്ലാം ഉള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ഓരോ ടോപ്പിക്കിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും ചെയ്ത് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് അത് ചെയ്ത് ട്രെയിനായി. നിങ്ങൾക്ക് ഇവൻ എലിമിനേഷൻ ടെക്നിക്കുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്നുണ്ട് എലിമിനേഷൻ ടെക്നിക്കുകളും. അപ്പോൾ നമുക്കിപ്പോൾ അഥവാ 1-2 സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും ഓപ്ഷനിലൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ മാക്സിമം MCQസും മൂക്കുകളും ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇപ്പോൾ നമ്മൾ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയാൻ പറ്റൂ അല്ലേ. അല്ലെങ്കിൽ ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നവരെല്ലാവരും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കാത്തതിന് കാരണം സ്മാർട്ട് വർക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ സ്മാർട്ട് വർക്കിലൂടെ മാത്രമേ ഇനിയുള്ള ഇത്രയും വാസ്റ്റ് സിലബസ് എല്ലാം കവർ ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത്രയും നമ്മൾ 100% എഫേർട്ട് ഇട്ട് പഠിക്കുക. അതിനുള്ള കംപ്ലീറ്റ് സോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് മെന്റർഷിപ്പും കംപ്ലീറ്റ് ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈസോഫേഗസിനെ പറ്റിയാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈസോഫേഗസിന് 4 കോട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്നറിയാമോ? ഏറ്റവും പുറത്ത് എന്താണ്? കണക്റ്റീവ് ആണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ, മസ്കുലാർ കോട്ടുണ്ട്, പിന്നെ 2 ലെയേഴ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ലോങ്ജിറ്റ്യൂഡിനൽ ആൻഡ് സർക്കുലർ, പിന്നെ സബ് മ്യൂക്കസ് കോട്ടുണ്ട്, പിന്നെ ഉള്ളിലൊരു ഇന്നർ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ഏറ്റവും പുറത്തൊരു കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട്, പിന്നെ മസ്കുലാർ ലെയർ ഉണ്ട്, അതിൽ തന്നെ ലോങ്ജിറ്റ്യൂഡിനലും സർക്കുലറും ഉണ്ട്, പിന്നെ ഒരു സബ് മ്യൂക്കസ് കോട്ടുണ്ട്, പിന്നെ ഇന്നർ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ 4 കോട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസോഫേഗസിലൂടെ ഫുഡ് പോകുമ്പോൾ നമുക്ക് ആ ഇൻവോളണ്ടറി ആയിട്ടുള്ള പെരിസ്റ്റാൾസിസ് വഴി ഫുഡ് ഇങ്ങനെ താഴോട്ട് പോകുന്ന മസ്കുലാർ ട്യൂബാണ് ഈ ഈസോഫേഗസ് എന്ന് പറയുന്നത് അല്ലേ. അതിന്റെ ലെങ്ത് ചോദിക്കാം 23 to 25 സെന്റിമീറ്റർ. ഇഞ്ചസിലാണെങ്കിൽ 9 മുതൽ 10 ഇഞ്ച് വരെ നീളത്തിലുള്ള ഒരു ട്യൂബാണ്. ഈ ട്യൂബിലൂടെയാണ് ഫുഡ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ കൂടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വായിൽ വെച്ച് നമ്മൾ ഫുഡ് ചവച്ചിറക്കുന്നു അല്ലേ. മാസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ഫങ്ഷൻസ് പഠിക്കുമല്ലോ. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ ഓരോ ബോഡി പാർട്സിന്റെയും ഫംഗ്ഷൻ പഠിക്കും. അപ്പൊ ഈ മാസ്റ്റിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഈ സ്വാളോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വാളോയിങ്ങിൽ ആണ് എന്താണ്? സ്വാളോയിങ് നമ്മൾ 3 പാർട്ടായിട്ട് പറയാം. ഒരു വോളണ്ടറി ആക്ഷൻ ആണ്. അപ്പൊ അവിടെയാണ് ഭക്ഷണം ബോളസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ടങ്ങും ചീക്കിന്റെയും സഹായത്തോടെ. എന്നിട്ട് അത് താഴോട്ട് ഫാരിങ്സിലോട്ട് പോകുന്നു. പിന്നെ ഫാരിങ്സിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്? സോഫ്റ്റ് പാലറ്റ് ഷട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. പോസ്റ്റീരിയർ നെയാസ് ഒക്കെ ഷട്ട് ഓഫ് ചെയ്ത് നമ്മുടെ ഗ്ലോട്ടിസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു? ഗ്ലോട്ടിസും ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു? നമ്മുടെ ഫാരിങ്സ് ഫുഡിനെ ഗ്രാസ്പ് ചെയ്ത് പിന്നെ നമ്മൾ ബോളസ് ആയല്ലോ, ആ ഫുഡിനെ പിടിച്ചു വെച്ചിട്ട് താഴോട്ട് വിട്ടുകൊടുക്കാൻ നമ്മുടെ ഈസോഫേഗസിലോട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? യെസ്, ആ സമയത്ത് ബ്രീത്തിങ്, കാരണം ഗ്ലൂട്ടിസ് ക്ലോസ് ചെയ്ത് ബ്രീത്തിങ് സീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഫുഡ് അങ്ങ് റെസ്പിറേറ്ററി ട്രാക്കിലോട്ട് പോയിട്ട് ചോക്കിംഗ് ഉണ്ടാവാം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഒക്കെ ഫുഡ് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കനോട്ട് സ്വാളോ ആൻഡ് ബ്രെത്ത് അറ്റ് ദ സെയിം ടൈം. നമുക്ക് ബ്രീത്ത് ചെയ്യാനും സ്വാളോ ചെയ്യാനും ആ ഒരു സ്വാളോ ചെയ്യുന്ന മൊമെന്റിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വാളോയിങ് പാർട്ട് എന്ന് പറയുന്നത് ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. അതിനുശേഷം നമ്മൾ എന്താണ്? പെരിസ്റ്റാൾസിസിലൂടെ ഈസോഫേഗസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെയുള്ള മസിൽസ് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യും. പെരിസ്റ്റാൾട്ടിക് വേവ്സ് വഴി ഈ ഫുഡ് ഇങ്ങനെ എങ്ങോട്ട് പോകുന്നു? സ്റ്റൊമക്കിലോട്ട് പോകുന്നു. നമ്മൾ ഫങ്ഷൻസ് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ബോളസ് ഓഫ് ദ ഫുഡായി, ബോളസ് ഇതാ താഴോട്ട് പോകുന്നു കണ്ടോ. ബോളസ് ആയി, ഈ ബോളസ് ഇതാ താഴോട്ട് പോയി, അത് പിന്നെ നമ്മുടെ ഫാരിങ്സ് ഗ്രാസ്പ് ചെയ്ത് അത് ഈസോഫേഗസിലോട്ട് വിട്ടു. ഈസോഫേഗസിൽ നമ്മൾ പറഞ്ഞു കുറെ 4 കോട്ടില്ലേ, അതിൽ സർക്കുലാർ മസിലുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ എല്ലാം ഈ ഒരു പെരിസ്റ്റാൾട്ടിക് എന്ന് പറയുന്ന മോഷൻ കാരണം പെരിസ്റ്റാൾട്ടിക് വേവ്സ് ജനറേറ്റ് ചെയ്ത് ഈ ഫുഡ് ബോളസിനെ ഇങ്ങനെ കോൺട്രാക്റ്റും റിലാക്സും ചെയ്ത് അതിനെ താഴോട്ട് സ്റ്റൊമക്കിലോട്ട് വിടുന്നു. ഓക്കെ, പിന്നെ സ്റ്റൊമക്കിൽ പോകുമ്പോഴാണ് അത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസും ഒക്കെ ആയിട്ട് അത് മിക്സ് ചെയ്ത് നമ്മുടെ ഡൈജഷൻ, ചേർണിങ് പ്രോസസ്സും ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ,
പിന്നെ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻഡ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അവിടെ നിറയെ ആൽവിയോളൽ സാക്ക് ഉണ്ട്, കുറെ ലോബ്യൂൾസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ സെക്രീഷൻ നമ്മുടെ സലൈവ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഈ സലൈവ മൗത്തിൽ ഉണ്ടാവുമ്പോൾ സലൈവ ഫുഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സലൈവറി എൻസൈമുകളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ സലൈവറി ഗ്ലാൻഡ്സ് പ്രധാനമായിട്ട് 3 ഗ്ലാൻഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, ഇറ്റ് ഇസ് പെരോട്ടിഡ് ഗ്ലാൻഡ്. അതിൽ പെരോട്ടിഡ്, ഇറ്റ് ഇസ് എ ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ്. പിന്നെ ഉള്ളത് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. പിന്നെ ഉള്ളത് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ നോക്കിയ സലൈവറി ഗ്ലാൻഡിൽ നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡ് ഉണ്ട്. അതിന്റെ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മുടെ പെരോട്ടൈറ്റിസ്, നമ്മുടെ ഈ മംസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. പിന്നെ മാൻഡിബിളിന്റെ അടിയിലായിട്ട് സബ് മാൻഡിബുലാർ, നമ്മുടെ ഇതിന്റെ അടിയിൽ, ടങ്ങിന്റെ അടിയിൽ വരുമ്പോൾ സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ദ പെരോട്ടിഡ് ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ്, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. അപ്പൊ ഈ സലൈവറി ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താണ്? സലൈവ ഉണ്ടാക്കുക എന്നുള്ളത്. സലൈവ എന്ന് പറയുന്നത് ഒരു വാട്ടറി ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. അപ്പൊ അതിൽ എന്താ ഉള്ളത്? small proportion of solids, mucin and starch splitting enzyme like തയാലിൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കലും ഉണ്ട്, കെമിക്കൽ ഫംഗ്ഷനും ഉണ്ട്. ഫിസിക്കൽ എന്താണ്? നമ്മുടെ വായെല്ലാം ഒന്ന് മോയിസൺ ആയിരിക്കാൻ, അല്ലെ, ഒന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നത് അല്ലെ. നമ്മുടെ ടങ്ങിനെയൊക്കെ ക്ലീൻ ചെയ്യുന്നു. മൗത്ത് ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടല്ലേ. സ്പീച്ച് ഒക്കെ ഈസി ആക്കാൻ മൗത്ത്, ടങ്ങിനെ ക്ലീൻ ചെയ്യാനും മോയിസൺ ആയിരിക്കാനും. ഓക്കെ, പിന്നെ നമ്മളെ ഉള്ളിലുള്ള ഫുഡിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുന്ന, അല്ലെ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരുന്ന സ്വോളോയിങ് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഫുഡിനെയൊക്കെ നല്ല മോയിസൺ ചെയ്ത് നമുക്ക് വിഴുങ്ങാനും ഇറക്കാനും ചവയ്ക്കാനും ഒക്കെ എളുപ്പമാക്കുന്നു. അതിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഡിസോൾവ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് സലൈവറി ഗ്ലാൻഡിൽ സെക്രീറ്റ് ചെയ്യുന്ന സലൈവയുടെ ഫംഗ്ഷൻ. അപ്പൊ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു വാട്ടറി ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ് ഈ സലൈവ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മുടെ ഈ കെമിക്കൽ ആക്ഷൻ, സലൈവയുടെ കെമിക്കൽ ആക്ഷന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ആണ് കേട്ടോ. PTY, തയാലിൻ എന്ന് പറയാം, അല്ലെങ്കിൽ സലൈവറി അമൈലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്താലാണ്. ഓക്കെ, അപ്പൊ അത് ഷുഗറിലും സ്റ്റാർച്ചിലും എല്ലാം ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ഓൺ ദ സ്റ്റാർച്ച്. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് അതിനെ സ്റ്റാർച്ചിനെ ബേസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെ ആ ഒരു കുക്ക്ഡ് സ്റ്റാർച്ചിനെ സോല്യൂബിൾ ഫോം ഓഫ് ഷുഗർ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ പറയാം. അപ്പൊ സലൈവയിലെ എൻസൈമുകൾക്ക് അപ്പൊ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആക്ഷൻ ഉണ്ട്. കെമിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് ഈ സലൈവ സെക്രീറ്റ് ചെയ്യുന്ന എൻസൈമിന്റെ സഹായത്താലാണ്, തയാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മൗത്തിൽ വെച്ച് ഇത് തന്നെ ഈ സലൈവ എൻസൈം ഒക്കെ സെക്രീറ്റ് ചെയ്ത് ഇതിന്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് താഴോട്ട് പോകുമ്പോഴും നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഗ്യാസ്ട്രിക് ഫ്ലൂയിഡ് വരുന്നു. അപ്പൊ ഈ ഒരു ഡൈജഷന് സഹായിക്കുന്ന ഒരു ഘടകമാണ് സലൈവ. അപ്പൊ സലൈവറി ഗ്ലാൻഡിൽ ഏറ്റവും ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഏതാണ്? പെരോട്ടിഡ് ഗ്ലാൻഡ് ആണ്. പെരോട്ടിഡ് ഗ്ലാൻഡ് കൂടാതെയുള്ള സലൈവറി ഗ്ലാൻഡുകളാണ് സബ് മാൻഡിബുലാർ സലൈവറി ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ് മുതലായവ. ഓക്കെ, അടുത്തത് സ്റ്റൊമക്കിനെ പറ്റി പറയാം. അപ്പൊ നമ്മുടെ മൗത്ത് കഴിഞ്ഞു, ഫാരിങ്സ് കഴിഞ്ഞു, ഈസോഫേഗസ് കഴിഞ്ഞു, അടുത്ത സ്റ്റൊമക്കിലോട്ട് എത്തുന്നുണ്ട്. സ്റ്റൊമക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത് എവിടെയാണുള്ളത്? എപ്പിഗ്യാസ്ട്രിക് റീജിയൻ, അല്ലെ, അബ്ഡോമന്റെ എപ്പിഗ്യാസ്ട്രിക് റീജിയനിലാണ് ഈ സ്റ്റൊമക്ക് ഉള്ളത്. ഇറ്റ് ഈസ് lying in the epigastric region and partly in the left hypochondriac and umbilical region. അപ്പൊ എപ്പിഗ്യാസ്ട്രിക്കിലും വരുന്നുണ്ട്, അതുപോലെ ഏതാണ് നമ്മുടെ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക്കും അംബിലിക്കൽ റീജിയനിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് കൂടുതലായിട്ടും വരുന്നത് എപ്പിഗ്യാസ്ട്രിക് നമുക്കറിയാം. സ്റ്റൊമക്കിന്റെ റീജിയൻസ് വരികയാണെങ്കിൽ ഇതെന്താണ്? ഹൈപ്പോകോൺട്രിയാക്, ലംബാർ, ഇൻഗ്വാനൽ. ഓക്കെ, റൈറ്റ്, ലെഫ്റ്റ്. അപ്പൊ ഇവിടെ അതുപോലെ എന്താണ്? ഹൈപ്പോകോൺട്രിയാക്, ലംബാർ, ഇൻഗ്വാനൽ. ഇതെന്താണ്? എപ്പിഗ്യാസ്ട്രിക്, അംബിലിക്കൽ. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻസ് ഓഫ് അബ്ഡോമൻ എന്ന് പറയുന്നത്.
ജസ്റ്റ് റീജിയൻസ് ഓഫ് അബ്ഡോമൻ ഒന്ന് നോക്കി വെക്കണേ. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോകോൺട്രിയാക് ലംബാർ ഇൻഗ്വേനൽ, അതുപോലെ ലെഫ്റ്റിലും ഹൈപ്പോകോൺട്രിയാക് ലംബാർ ഇൻഗ്വേനൽ, മിഡിൽ വരുമ്പോൾ എപ്പിഗ്യാസ്ട്രിക്, നടുക്ക് നമ്മുടെ അംബിലിക്കസ്, ഇതിന് നമ്മുടെ പ്യൂബിക് എന്നും പറയും, ഹൈപ്പോഗ്യാസ്ട്രിക് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ സ്റ്റൊമക്ക് എവിടെ ഇരിക്കണേ നോക്കിയേ, ഇവിടെ എപ്പിഗ്യാസ്ട്രിക്കിലുണ്ട്, എപ്പിഗ്യാസ്ട്രിക്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂടുതൽ എപ്പിഗ്യാസ്ട്രിക്കിലാണ്. പിന്നെ നമ്മുടെ ഹൈപ്പോകോൺട്രിയാക്കും അംബിലിക്കലും വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടിരിക്കുന്നത് എപ്പിഗ്യാസ്ട്രിക്കിലാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ലെഫ്റ്റ് അല്ല ഇങ്ങനെ വരും കേട്ടോ. നമ്മുടെ ഇപ്പം ലെഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിട്ട്, ഇത് ലെഫ്റ്റ് വരണം, ഇത് റൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഓക്കെ ആണോ? ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്ത് ഹൈപ്പോകോൺട്രിയാക് ലംബാർ ഇൻഗ്വേനൽ, അതുപോലെ മിഡിൽ വരുമ്പം എപ്പിഗ്യാസ്ട്രിക്, അംബിലിക്കൽ ആൻഡ് ഹൈപ്പോഗ്യാസ്ട്രിക് ഓർ പ്യൂബിക്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റൊമക്ക് എവിടെയാണ് കൂടുതൽ? മെയിൻലി ഇൻ ദ എപ്പിഗ്യാസ്ട്രിക്, പാർട്ട്ലി ഇൻ ദ ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് ആൻഡ് അംബിലിക്കൽ റീജിയൻസ്. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റൊമക്കിന്റെ പാർട്സ് നമുക്കറിയാം അല്ലെ, എന്തൊക്കെയാണ്? മേളത്തെ ബോഡി പാർട്ട് എന്താണ്? ഒരു ഫണ്ടസ് ഉണ്ട്, ബോഡി ഉണ്ട്, പിന്നെ എന്താണ്? ഫണ്ടസ് ഉണ്ട്, മെയിൻ ബോഡി ഉണ്ട്, ലോവർ പാർട്ട് നമ്മുടെ പൈലോറിക് ആൻഡ്രം ഉണ്ട്, അപ്പർ പാർട്ട് ദാറ്റ് ഇസ് എ ഫണ്ടസ്, പിന്നെ മെയിൻ ബോഡി ആൻഡ് ദ ലോവർ ഹൊറിസോണ്ടൽ പാർട്ട് ദാറ്റ് ഇസ് എ പൈലോറിക് ആൻഡ്രം. ഓക്കെ, പിന്നെ എന്താണ്? നമ്മുടെ സ്റ്റൊമക്ക് മേളില് ഈസോഫീഗസുമായിട്ട് ജോയിൻ ചെയ്യുന്നത് കാർഡിയാക് ഓറിഫൈസ്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ഈസോഫീഗസ് ബൈ ദ കാർഡിയ അല്ലെങ്കിൽ കാർഡിയാക് ഓറിഫൈസ്. ഡുവോഡിനുമായിട്ട് ചേരുന്നത് എന്ത് വെച്ചാണ്? അതെ, പൈലോറിക് ഓറിഫൈസ്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കില്ലേ, ഇവിടെ കാർഡിയാക് ഓറിഫൈസ്, ഇവിടെ പൈലോറിക് ഓറിഫൈസ്, പിന്നെ നമ്മുടെ ഫണ്ടസ് ബോഡി, പിന്നെ പൈലോറസ് അല്ലെങ്കിൽ പൈലോറിക് ആൻഡ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന് 3 പാർട്ട്, മേളിലുള്ളത് ഫണ്ടസ്, പിന്നെ നടുക്കുള്ളത് മെയിൻ ബോഡി, താഴെയുള്ള ഭാഗം പൈലോറിക് ആൻഡ്രം. സ്റ്റൊമക്ക് മേളിലുള്ള ഈസോഫേഗസുമായിട്ട് ജോയിൻ ചെയ്യുന്നത് ഏത് വഴിയാണ്? ദാറ്റ് ഈസ് ബൈ ദ കാർഡിയാക് ഓറിഫൈസ്. താഴെ നമ്മുടെ ഡുവോഡിനുമായിട്ട്, നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് 3 പാർട്ട്, ഡുവോഡിനം, ജെജുനം, ഇലിയം. ആ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലെ ഡുവോഡിനവുമായിട്ട് ചേരുന്നത് ഏത് വഴിയാണ്? അതേ നമ്മുടെ പൈലോറിക് ഓറിഫൈസ്. അപ്പൊ 2 ഓറിഫൈസ് ഉണ്ട് അല്ലെ, മേളിലുള്ളതിന് എന്ത് പറയുന്നു? കാർഡിയാക് ഓറിഫൈസ്. അപ്പൊ ഇത് കാർഡിയാക് ഓറിഫൈസും ഇത് പൈലോറിക് ഓറിഫൈസും. കാർഡിയാക് ഓറിഫൈസിൽ വെച്ച് ഈസോഫീഗസും സ്റ്റൊമക്കുമായി ചേരുന്നു, പൈലോറിക് ഓറിഫൈസിൽ വെച്ച് സ്റ്റൊമക്കും ഡുവോഡിനവുമായിട്ട് ചേരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിനും കഴിഞ്ഞ് അടുത്ത ആളിലോട്ട് പോവാണ്. അടുത്തയാൾ ആരാണ്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ ഉള്ളിലുള്ള ആള് കണ്ടോ, ഇങ്ങനെ ചുരുങ്ങി കിടക്കുന്നില്ലേ? 2 മുതൽ 4 മീറ്റർ അല്ലെങ്കിൽ 8 അടി, 8 ഫീറ്റ് ലോങ് ആണ് കേട്ടോ. ഇങ്ങനെ ചുരുങ്ങി കിടക്കുകയാണ്. അത് സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ വരെയുണ്ട്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഇലിയോകോളിക് വാൽവ്. ഓക്കെ, അപ്പൊ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എവിടെയാ ഉള്ളതെന്നറിയോ? നടുക്ക് അംബിലിക്കൽ റീജിയൻ ഓഫ് ദി അബ്ഡോമൻ. നമ്മൾ നടുക്ക് പറഞ്ഞില്ലേ, ഈ വരച്ചയിൽ ഇവിടെ അംബിലിക്കൽ റീജിയൻ ഓഫ് ദി അബ്ഡോമൻ. അതിന് ചുറ്റുമാണ് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. നോക്കിയാൽ സ്മോൾ ഇൻറ്റെസ്റ്റൈന് ചുറ്റും കിടപ്പുണ്ട്. ഈ അകത്തെ പിങ്ക് ആണ് നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈന് 3 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡുവോഡിനം ഉണ്ട്, ജെജുനം ഉണ്ട്, ഇലിയം ഉണ്ട്. ഏതൊക്കെ പാർട്സാ നോക്കിയേ? ഡുവോഡിനം, ജെജുനം ആൻഡ് ഇലിയം. ഡുവോഡിനം, പിന്നെ ജെജുനം. കളർ വെച്ച് കാണിച്ചിട്ടുണ്ടോ ഒന്ന് നോക്കണേ. ഡുവോഡിനം, ജെജുനം ആൻഡ് ഏറ്റവും മുകളിലത്തെ പാർട്ട് ഡുവോഡിനം. പിന്നെ ജെജുനമാണ് അപ്പർ 2/5 എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് ലാസ്റ്റ് 3/5 എന്ന് പറയുന്നത്. അപ്പൊ 2/5, ഇത് 3/5 ഇലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡുവോഡിനം എന്ന് പറയുന്നത് ആദ്യത്തെയാണ് കേട്ടോ. അതിന്റെ ഷേപ്പ് ഇതാ ഒരു ഹോഴ്സ് ഷൂ ഷേപ്പിൽ ഒരു കർവ് ആയിട്ടിരിക്കും കേട്ടോ. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഹെഡ് ഓഫ് പാൻക്രിയാസിനെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ പാൻക്രിയാസ് കണ്ടോ, അത് വരുന്ന ആ ഹെഡ് വരുന്നത് പാൻക്രിയാസ് ഇങ്ങനെ ഇരിക്കും, ഒരു ലീഫ് പോലെ ഇരിക്കുന്നതാണ്. അതിൻ്റെ ആ ഹെഡ് വരുന്നത് നമ്മുടെ ഈ ഒരു സി ഷേപ്ഡ് കർവാണ് ആദ്യത്തെ. അതിനെ ഹോഴ്സ് ഷൂ ഷേപ്ഡ് എന്നും പറയും. അവിടെയാണ് നമ്മുടെ ഡുവോഡിനം ആദ്യത്തെ 25 സെന്റിമീറ്റർ. അതിവിടെ ആര് വരുന്നു? നമ്മുടെ പാൻക്രിയാസിന്റെ ഹെഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ബൈൽ ഡക്ട്, പാൻക്രിയാറ്റിക് ഡക്ട് ഒക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ ആക്സസറി ഓർഗൻസ് ആയിട്ട് നമ്മുടെ ലിവർ, പാൻക്രിയാസ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഡൈജസ്റ്റ് അനാറ്റമിയുടെ 2nd പാർട്ടിൽ നമ്മുടെ ഈ ലിവറിനെ പറ്റിയും പാൻക്രിയാസിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്
ഈ ബൈൽ ഡക്റ്റ്, പാൻക്രിയാറ്റിക് ഡക്റ്റ് എല്ലാം ഡുവോഡിനത്തിലോട്ട് ജോയിൻ ചെയ്യുന്നത് എന്തിലോട്ടാണ്? അറ്റ് ആൻ ഓറിഫൈസ് നോൺ ആസ് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ആംപുല്ല ഓഫ് ബൈൽ ഡക്റ്റ്, അല്ലെങ്കിൽ ആംപുല്ല ഓഫ് വെയ്റ്റർ എന്ന് പറയും. ആംപുല്ല ഓഫ് വാറ്റർ ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മുടെ ബൈൽ ഡക്റ്റ് അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഡക്റ്റ് മുതലായവ ഡുവോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതെ, ആംബുല്ല ഓഫ് വെയ്റ്റർ അല്ലെങ്കിൽ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ആംബുല്ല ഓഫ് ബൈൽ ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 10 സെന്റിമീറ്റർ ഫ്രം ദ പൈലോറസ് ആണ്. പൈലോറസിൽ നിന്ന് 10 സെന്റിമീറ്റർ. പൈലോറസ് എന്തായിരുന്നു? പൈലോറസ്? അത് നമ്മുടെ സ്റ്റൊമക്കിന്റെ താഴത്ത് പൈലോറിക് ഓറിഫൈസ്, അവിടെ വെച്ചാണ് ഡുവോഡിനം സ്റ്റാർട്ട് ചെയ്യണേന്ന് പറഞ്ഞല്ലേ. അവിടെ നിന്ന് ഒരു 10 സെന്റിമീറ്റർ താഴെ വെച്ചാണ് എന്താണ് നമ്മുടെ ഈ ഒരു പാൻക്രിയാറ്റിക് ഡക്റ്റ്, ബൈൽ ഡക്റ്റ് എല്ലാം ഡുവോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഭാഗമുള്ളത്. ഈ പൈലോറസിൽ നിന്ന് 10 സെന്റിമീറ്റർ താഴെയായിട്ട്. അപ്പൊ ആദ്യത്തെ ഭാഗമാണ് ഡുവോഡിനം. നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 ഭാഗങ്ങളുണ്ട്. ഡുവോഡിനം ഉണ്ട്, പിന്നെ ജെജുനം ഉണ്ട്, പിന്നെ ഇലിയമുണ്ട്. അപ്പൊ ആംബുല്ല ഓഫ് വെയ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു ഡുവോഡിനം എന്ന് പറയുന്ന ഭാഗത്ത് ആദ്യത്തെ 25 സെന്റിമീറ്റർ ഉണ്ട്, 10 ഇഞ്ച്. അപ്പൊ അവിടെ നമ്മുടെ പാൻക്രിയാസിന്റെ ഹെഡ് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് പാൻക്രിയാറ്റിക് ഡക്റ്റും ബൈൽ ഡക്റ്റും ഓപ്പൺ ചെയ്യുന്ന ഭാഗമായാണ് ആംപുല്ല ഓഫ് വെയ്റ്റർ. ഓക്കെ, അതിനെ നമ്മൾ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ആംപുല്ല ഓഫ് ബൈൽ ഡക്റ്റ് എന്നും പറയും. ക്ലിയർ ആണോ? യെസ്. പിന്നെ ഉള്ളത് ജെജുനം. ജെജുനം എന്ന് പറയുന്നത് പിന്നെയുള്ള 2/5, അത് കഴിഞ്ഞ് ഇലിയം. ഇത് 3ഉം ചേരുമ്പോഴാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആദ്യത്തെ പാർട്ട്, അനാട്ടമിയിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ മൗത്ത് കണ്ടു, അതിനുശേഷം ഫാരിങ്സ് കണ്ടു, ഫാരിങ്സിന് ശേഷം ഈസോഫേഗസ് കണ്ടു, ഈസോഫേഗസിന് ശേഷം സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈൻ, അതുപോലെ ബാക്കിയുള്ള സ്റ്റൊമക്കിൽ ആക്സസറി ഓർഗൻസും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് MCQs നോക്കാം. First question, which of the following is not a part of alimentary canal? Alimentary canalന്റെ പാർട്ട് അല്ലാത്തത് ഫാരിങ്സ്, സ്റ്റൊമക്ക്, സ്പ്ലീൻ, ഈസോഫേഗസ് ഏതാണ് വരുന്നത്? അതെ, സ്പ്ലീൻ ആണ് വരുന്നത്. അടുത്തത്, the mouth consists of how many parts? മൗത്തിൽ 2 പാർട്ട് എന്ന് പറഞ്ഞു അല്ലെ, വെസ്റ്റിബ്യൂളും പിന്നെ ഒരു ഓറൽ ക്യാവിറ്റി. അത് എത്ര പാർട്സ് ആണ്? 2 പാർട്സ്. ഫ്രണ്ടിലുള്ളത് വെസ്റ്റിബ്യൂൾ എന്ന് പറയും, ഒരു സ്മോൾ പാർട്ട് അല്ലെ, ബിറ്റ്വീൻ ദ ചീക്ക് ആൻഡ് ദ ടീത്ത്. പിന്നെ ബാക്കിലുള്ളതാണ് ഓറൽ ക്യാവിറ്റി, മുകളിൽ പാലറ്റും താഴെ ടങ്ങും സൈഡിൽ ടീത്തും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ക്യാവിറ്റി ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഔട്ടർ സ്മോൾ പാർട്ട് ഓഫ് ദ മൗത്ത്. പുറത്തുള്ള സ്മോൾ പാർട്ട് ഓഫ് മൗത്തിന് നമ്മൾ എന്താ പറയാ? അതെ, വെസ്റ്റിബ്യൂൾ എന്നാണ് പറയുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ബോൺ അറ്റാച്ചസ് ദ ടങ് ഇൻ ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്? ഫ്ലോർ ഓഫ് ദ മൗത്തിൽ ടങ്ങിനെ അറ്റാച്ച് ചെയ്യുന്ന ബോണിനെ നമ്മൾ എന്താ പറയുന്നത്? അതെ, ഹയോയിഡ് ബോൺ എന്ന് പറയുന്നു. അടുത്തത്, ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത് ഈസ് കവേർഡ് ബൈ. മൗത്തിലെ മ്യൂക്കസ് മെംബ്രെയിൻ കവർ ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചാണ്? അത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. നമ്മുടെ ഹോൾ എലിമെന്ററി കനാലിൽ മ്യൂക്കസ് മെംബ്രെയിൻ കവറിംഗ് ഉണ്ട് കേട്ടോ. ഈ മൗത്ത് മുതൽ നമ്മുടെ ഈസോഫേഗസ് വരെയും ഈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം വരും. പിന്നെ നമ്മുടെ സ്റ്റൊമക്ക് വരുമ്പോഴത്തേക്കൊക്കെയാണ് നമ്മുടെ കോളംനാർ സെൽസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതുവരെ നമ്മുടെ ഈ മൗത്തിന്റെ മ്യൂക്കസ് മെംബ്രെയിനിലെ കവറിംഗ് എന്താണ്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. ദ ഓർബിക്കുലാരിസ് ഓറിസ് മസിൽ, നമ്മൾ പറഞ്ഞു ലിപ്പിന്റെ മസിൽസ് കുറെ, ഓർബിക്കുലാരിസ് ഓറിസ് അല്ലെ, ലെവാറ്റർ ആംഗിളെ, ലെവാറ്റർ ഡിപ്രസെ ഒക്കെ പറഞ്ഞു. ഓർബിക്കുലാരിസ് ഓറിസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? PYക്ക് വന്നതാണ്. ഓർബിക്കുലാരിസ് ഓറിസ് എന്തിന് സഹായിക്കുന്നു? ദാറ്റ് ഇസ് ഫോർ ദ ക്ലൂസിംഗ് ഓഫ് ദ ലിപ്സ്. Okay, the next question, which structure hangs from the middle of the soft palate? ന്റെ മിഡിലിൽ നിന്ന് ഹാങ് ചെയ്യുന്ന പോർഷന് നമ്മൾ എന്താ പറയുന്നത്? അതെ, ഊവുല എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മസിൽ ഓഫ് ദ ചീക്ക് ഈസ് കോൾഡ്. ചീക്ക് മസിലിന് എന്താ പറയാ? ഓർബിക്കുലാരിസ് ഓറിസ് ആണോ, ബക്സിനേറ്റർ ആണോ, മസീറ്റർ ആണോ, ടെമ്പറാലിസ് ആണോ? ഓർബിക്കുലാരിസ് ഓറിസ് നമ്മൾ പറഞ്ഞു ലിപ്പ് ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്നു എന്നല്ലേ. അപ്പൊ ചീക്ക് മസിലിന്റെ പേരെന്തായിരുന്നു? യെസ്, ദാറ്റ് ഇസ് ബക്സിനേറ്റർ മസിൽ ആണ്. ഹൗ മെനി ടെമ്പററി മിൽക്ക് ടീത്ത് ആർ പ്രസന്റ് ഇൻ ചിൽഡ്രൻ? എത്രയുണ്ട്? 2102 ഡെന്റീഷനിൽ എത്രയാ ഉള്ളത്? അത് 20 ടീത്ത് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ദ പെർമനന്റ് ടീത്ത് ഇൻ ആൻ അഡൾട്ട് എത്രയാണ്? യെസ്, ദാറ്റ് ഇസ് 32 ടീത്ത്. ഫാരിങ്സ് എക്സ്റ്റെൻഡ്സ് ഫ്രോം ദ ബേസ്. ഫാരിങ്സ് സ്കള്ളിന്റെ ബേസിൽ നിന്ന് ഏത് വെർട്ടിബ്രെ വരെ? നമ്മുടെ ക്രിക്കോയിഡ് കാർട്ടിലേജിന്റെ അവിടെ വെച്ച് ഈസോഫീഗസുമായിട്ട് ചേരുന്ന അവിടെ ഏത് കാർട്ടിലേജ് വരെയാണ് അല്ലെ, ഏത് വെർട്ടിബ്രെ വരെയാണ്? യെസ്, ദാറ്റ് ഇസ് C6. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നമ്മുടെ യൂസ്റ്റേഷ്യൻ ട്യൂബ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാണ്? ഏത് ലാരിങ്സിന്റെ പാർട്ടിലോട്ടാണ്?
അതെ, നെയ്സോ ഫാരിങ്സിലോട്ടാണ്. നെയ്സോ ഫാരിങ്സ് ഉണ്ട്, ഓറോ ഫാരിങ്സ് ഉണ്ട്, ലാരഞ്ചോ ഫാരിങ്സ് ഉണ്ട് അല്ലെ. ഈ ലാരഞ്ചോ ഫാരിങ്സ് ഏതിന്റെ ബാക്കിലായിട്ട് വരും? ഏതിന്റെ ബാക്കിലായിട്ട്? അതേ, ലാരിങ്സിന്റെ ബാക്കിലായിട്ട് വരും. ഇനി ഈസോഫേഗസ് പിയേഴ്സസ് ദ ഡയഫ്രം ടു എൻറ്റർ വിച്ച് ക്യാവിറ്റി? നമ്മുടെ ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്ത് താഴോട്ട് പോകുന്നുണ്ട്. എന്ത് താഴോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ താഴെ ഏത് ക്യാവിറ്റിയാ? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി അല്ലെ. നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ഉണ്ട്, നമ്മൾ മുന്നേ പഠിച്ചു. തൊറാസിക് ക്യാവിറ്റി ഉണ്ട് അല്ലെ. തൊറാസിക് ക്യാവിറ്റിയിലാണ് നമ്മുടെ ലങ് ഉണ്ട്, ഹാർട്ട് ഉണ്ട് അല്ലെ. മീഡിയാസ്റ്റിനം എന്ന് പറയുന്ന സ്പേസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? എപ്പോഴും മുന്നേ പഠിച്ച ക്ലാസ്സസ് എല്ലാം സ്ഥിരമായിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ് ഒക്കെ സമയത്ത് നിങ്ങൾ റിവൈസ് ചെയ്യും. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചാൽ ദ വെരി നെക്സ്റ്റ് ഡേ ആ ഒരു ടോപ്പിക്ക് റിഫ്രഷ് ചെയ്തിട്ട് മാത്രം നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടം, പക്ഷേ പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അത് പാടില്ല. സ്ഥിരമായിട്ട് റിവൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ച കാര്യം അത്രയും തറോ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ ബേസ്മെന്റ് എത്രത്തോളം സ്ട്രോങ് ആയാൽ മാത്രമേ മേളിലോട്ട് നമുക്ക് പണിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് റിവിഷന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ പിന്നെയും പഠിക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ ഓരോരോ ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് അതിനെ സോർട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് അത് തറോ ആക്കുക. ഇപ്പോൾ ഒരു കാര്യം ഇപ്പം ഇന്നിത് പഠിക്കുമ്പോൾ ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം പോയിട്ട് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെ റിവിഷൻ എത്രത്തോളം ചെയ്യുന്നു നിങ്ങൾക്ക് അത്രത്തോളം കാര്യങ്ങൾ തറോ ആവും, അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മറക്കരുത്. കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ ഈസോഫേഗസ് ഡയഫ്രത്തിനെ പിയേഴ്സ് ചെയ്ത് അബ്ഡോമിനൽ ക്യാവിറ്റീൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. അടുത്തത് ദ മസ്കുലാർ കോട്ട് ഓഫ് നമ്മൾ ഈസോഫേഗസിന്റെ 4 കോട്ട് പറഞ്ഞു അല്ലെ. അതിൽ മസ്കുലാർ കോട്ട് പറഞ്ഞില്ലേ, രണ്ടാമത്തെ കോട്ടായ മസ്കുലാർ കോട്ട് പറയുന്നില്ലേ. അതിൽ എത്ര ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്? സർക്കുലറും ലോങ്ജിറ്റ്യൂഡിനലും അല്ലെ. എത്ര ലെയേഴ്സ് ഉണ്ട്? യെസ്, ദാറ്റ് ഇസ് 2. Which of the following best describes the first phase of swallowing? സ്വോളോയിങ്ങിന്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറി ആക്ട്. മാസ്റ്റിക്കേഷന് ശേഷം വോളണ്ടറി ആക്ട്, അവിടെ ബോളസ് ഒക്കെ ഉണ്ടായിട്ട് പിന്നെയാണ് നമ്മൾ അത് ഫാറിങ്സിൽ നിന്ന് ഈസോഫേഗസിലോട്ടൊക്കെ പോകുന്നത്. ഡ്യൂറിങ് ദ സ്വോളോയിങ് സോഫ്റ്റ് പാലറ്റിലെ നമ്മുടെ സോഫ്റ്റ് പാലറ്റ് റൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ പോസ്റ്റീരിയർ നെയേഴ്സ് ഷട്ട് ഓഫ് ചെയ്യുന്നു. വൈ ഡസ് ദ ബ്രീത്തിങ് സീസ് മൊമെന്ററിലി? നമ്മൾ സ്വോളോ ചെയ്യുമ്പം ബ്രീത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആ ഒരു മൊമെന്റിൽ നമ്മൾ ബ്രീത്തിങ് സീസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? എന്തിനു വേണ്ടിയാണ്? അല്ലെങ്കിൽ ഇത് അല്ലേ തരി പിടിക്കുന്ന പറയുന്നില്ല നമ്മൾ ചോക്ക് ടു പ്രിവെന്റ് ദ ചോക്കിംഗ്. ഓക്കെ. ദ മൂവ്മെന്റ് ഓഫ് ദ ഫുഡ് ത്രൂ ഈസോഫേഗസിലൂടെ നമ്മുടെ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, പെരിസ്റ്റാൾസിസ് എന്ന് പറയാം അല്ലെ. പെരിസ്റ്റാൾട്ടിക് ആക്ഷനിലൂടെയാണ് അതിനെ പറയുന്നതാണ് നമ്മൾ പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾട്ടിക് വേവ് വഴി പെരിസ്റ്റാൾസിസ് എന്ന് പറയാണ് മൂവ്മെന്റിനെ പറയുന്നത്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. യെസ്, ദ പ്രിൻസിപ്പൽ സലൈവറി ഗ്ലാൻസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. നമ്മൾ സലൈവറി ഗ്ലാൻസ് ഏതൊക്കെയാണ്? പെറോട്ടിഡ് ഗ്ലാൻഡ്, സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് പറഞ്ഞു. അതിൽ ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? പെറോട്ടിഡ് ഗ്ലാൻഡ്. ഇത് PYQ ആണ്. അപ്പൊ ഇതില് സലൈവറി ഗ്ലാൻഡിൽ പെടാത്തത് ആരാണ്? അതേ, പാൻക്രിയാറ്റിക് ഗ്ലാൻഡ്. വാട്ട് ടൈപ്പ് ഓഫ് ഗ്ലാൻഡ്സ് ആർ സലൈവറി ഗ്ലാൻഡ്സ്? ട്യൂബുലാർ ഗ്ലാൻഡ്സ്, കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻഡ്സ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ലിംഫാറ്റിക് ഗ്ലാൻഡ്സ്. ഏതാണ്? എങ്ങനത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്? അതെ, ദേ ആർ കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻഡ്സ്. Which enzyme is responsible for the chemical action of saliva? സലൈവയുടെ കെമിക്കൽ ആക്ഷന് കാരണം ആരാണ്? ഏത് എൻസൈമാണ്? സലൈവറി അമൈലേസ്, ദാറ്റ് ഇസ് തയാലിൻ. തയാലിൻ ഓർ സലൈവറി അമൈലേസിന്റെ പ്രത്യേകത എന്താണ്? അത് ഏതിൽ മാത്രം ആക്ട് ചെയ്യുന്ന ആളാണ്? സ്റ്റാർച്ചിൽ അല്ലെ. ദേ ആക്ട് ഓൺ കുക്ക്ഡ് സ്റ്റാർച്ച്. സ്റ്റൊമക് മെയിൻലി ലൈസ് ഇൻ വിച്ച് റീജിയൻ? നമ്മൾ പറഞ്ഞു സ്റ്റൊമക്ക് ഏറ്റവും കൂടുതൽ ലൈ ചെയ്യുന്നത് മെയിൻലി ലൈസ് ഇൻ ദി എപ്പിഗാസ്ട്രിക്, ഓൾസോ ലൈസ് ഇൻ അംബിലിക്കൽ ആൻഡ് ലെഫ്റ്റ് ഹൈപ്പോകോൺട്രിയാക് റീജിയൻസ്. നമ്മൾ റീജിയൻസ് ഓഫ് അബ്ഡോമൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റൊമക്കിന്റെ അനാറ്റമിക്കൽ റീജിയൻസ് ഒക്കെ പഠിക്കുമല്ലോ, അനാറ്റമിക്കൽ ടേംസ് ഒക്കെ പഠിക്കും. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ദ സ്റ്റൊമക് കണക്ട്സ് ടു ദ ഈസോഫേഗസ് ടു. സ്റ്റൊമക്ക് ഈസോഫേഗസുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? യെസ്, ത്രൂ ദി കാർഡിയാക് ഓറിഫൈസ്. ഡുവോഡിനുമായിട്ട് കണക്ട് ചെയ്യുന്നത് ത്രൂ ദി പൈലോറിക് ഓറിഫൈസ് അല്ലേ. The lower horizontal part of stomach is called, lower horizontal part of the stomach is called pyloric antrum. മേളിൽ ഫണ്ടസ് ഉണ്ട്, പിന്നെ ബോഡി ഉണ്ട്, ലോവർ പാർട്ട് ദാറ്റ് ഈസ് പൈലോറിക് ആൻഡ്രം.
വാട്ട് ഈസ് അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇൻ എ ലിവിംഗ് പേഴ്സൺ? ലിവിംഗ് പേഴ്സണിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ അപ്രോക്സിമേറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 2 to 4 meters ആണ്, 2 മുതൽ 4 meters വരെ. അടുത്തത്, ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എക്സ്റ്റെൻഡ്സ് ഫ്രം സ്റ്റൊമക് ടു എവിടെ വരെയുണ്ട്? ഇലിയോകോളിക് വാൽവ്. The first part of small intestine, first part, that is duodenum, the next one the jejunum, the next one the ileum. Bile and pancreatic ducts open into which part of small intestine? എവിടോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ബൈലും പാൻക്രിയാറ്റിക് ഡക്റ്റും ഡുവോഡിനം, അതിനെയാണ് നമ്മൾ ആംപുല്ല ഓഫ് വീറ്റർ എന്ന് പറയുന്നത്. ഇത് PYQ ആണ്. ആംപുല്ല ഓഫ് വീറ്ററിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, PYQ ആണ് ആംപുല്ല ഓഫ് വീറ്റർ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ മൗത്ത് ആർ കറക്റ്റ്? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കറക്റ്റ് എന്നുള്ളത് നമ്മൾ സർക്കിൾ ചെയ്തു, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാൻ പോവാണ്. ദ മൗത്ത് കൺസിസ്റ്റ് ഓഫ് 2 parts, വെസ്റ്റിബ്യൂൾ ആൻഡ് ദ ക്യാവിറ്റി ഓഫ് മൗത്ത്. മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത് ഈസ് കവേർഡ് ബൈ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. The palate consists of the hard palate and the soft palate. Tongue is attached to the hyoid bone. നമ്മൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കി, 2 പാർട്ടാണ്, വെസ്റ്റിബ്യൂളും ക്യാവിറ്റിയും. ശരിയല്ലേ? അത് ശരിയാണ്. നമുക്ക് കറക്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 1 എന്തായാലും ശരിയെന്നറിയാം. അപ്പം ഈ ഓപ്ഷൻ മാറ്റിയില്ലേ, ഈ ഓപ്ഷൻ നമുക്ക് നോക്കണ്ട. ഇനി 1 കറക്റ്റ് ആണല്ലോ, അത് ഓപ്ഷനിൽ വരണമല്ലോ. അപ്പൊ 1, 2, 3, അപ്പൊ ഇതിലെല്ലാം നോക്കി. ഇനി രണ്ടാമത്തത് നോക്കാം. ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ മൗത്ത് ഈസ് കവേർഡ് ബൈ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. ആണോ? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം അല്ലേ? യെസ്, സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ് അല്ലേ? അപ്പൊ അത് റോങ് ആണ്. അപ്പൊ 2 വരുന്ന ഓപ്ഷനൊക്കെ കട്ട് ചെയ്തോളൂ. ഇത് വേണ്ട, ഇത് വേണ്ട, ഇതും വേണ്ട അല്ലേ? അപ്പൊ തന്നെ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റേ നമ്മൾ വായിച്ചിട്ടുള്ളൂ. മൊത്തത്തിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചു തന്നെ നമ്മൾ ആൻസർ മനസ്സിലാക്കി. ഇതാണ് എലിമിനേഷൻ ടെക്നിക്ക്. അപ്പൊ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ അത് റോങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ രണ്ടാമത്തെ ഓപ്ഷൻസ് വരുന്ന ഓപ്ഷൻസ് 2 വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്തപ്പോൾ നമ്മൾ ആൻസറിലെത്തി. 3ാമത്തെയും 4ാമത്തെയും സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടില്ല, പക്ഷെ അത് കറക്റ്റ് ആണ് നമുക്ക് മനസ്സിലായി. എന്നാലും നമ്മൾ ഓടിപ്പോയി OMR ഷീറ്റിൽ ബബിൾ ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ അതിനു മുന്നേ ക്രോസ് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് 3ഉം 4ഉം വായിക്കാം. പാലറ്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ് പാലറ്റ് ആൻഡ് സോഫ്റ്റ് പാലറ്റ്. ശരിയാണ്. ദ ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ഹയോയിഡ് ബോൺ. ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അപ്പൊ നമ്മൾ 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചിട്ടുള്ളൂ എങ്കിലും ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു അല്ലെ? നമ്മൾ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ആൻസറിലോട്ട് എത്തി. അത് എങ്ങനെയാണ് നമ്മൾ എത്തിയത്? എലിമിനേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്തതിലൂടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നിരവധി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ പഠിച്ച് എലിമിനേഷൻ ടെക്നിക്കും പഠിച്ച് നിങ്ങളെ ട്രെയിൻ ചെയ്യിച്ച് അത്രത്തോളം നിങ്ങൾ എക്യൂപ്ഡ് ആയിട്ടായിരിക്കും എക്സാം ഹാളിലോട്ട് കയറാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? അതെ, 1, 3 and 4. അപ്പൊ 2 ഓപ്ഷൻ റോങ് ആണ്. 2 സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കറക്റ്റ് ആൻസർ വരുന്നത് യെസ്. അപ്പൊ നിങ്ങൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഫാരിങ്സ് ആർ ഇൻകറക്റ്റ്? ഇൻകറക്റ്റ് ആയത് ഏതാണ്? ഫാരിങ്സ് is a cone-shaped musculo-membranous passage. It extends from the base of skull to the level of 6th cervical vertebra. Pharynx consists of 2 portions, the nasopharynx and oropharynx. Laryngeal pharynx is the lowest part of the pharynx and lies behind the larynx. ഇതിൽ നമ്മൾക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇൻകറക്റ്റ് ആയത് ഏതാണെന്നാണ് ചോദ്യം അല്ലേ? ഓക്കെ, അപ്പൊ ഇതില് ഇൻകറക്റ്റ് ആയത് 3 മാത്രമാണ് ഇൻകറക്റ്റ് ആയത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ, ദ ഫാരിങ്സ് ഇസ് എ കോൺ ഷേപ്ഡ് മസ്കുലോ മെംബ്രേനിയസ് പാസേജ്. ശരിയല്ലേ? അത് ശരിയാണ്. അത് ശരിയാണ് അല്ലെ? നമുക്ക് ഇൻകറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ഈ 1 വരുന്ന ഓപ്ഷൻ ഒക്കെ നമുക്കങ്ങ് മാറ്റാം. 1 എന്തായാലും കറക്റ്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി, ഓപ്ഷൻസ് മനസ്സിലായല്ലോ. ഇൻകറക്റ്റ് ആയതാണ് നമുക്ക് ചോദിച്ചേക്കണത് അല്ലേ? അപ്പൊ 1 എന്തായാലും കറക്റ്റ് അല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ, അപ്പൊ തന്നെ നമുക്ക് ആൻസറിൽ എത്താൻ സാധിച്ചു. പക്ഷെ എന്നാലും നമ്മൾ ബാക്കി വായിച്ചു നോക്കാം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ ബേസ് ഓഫ് സ്കൾ ടു ദ ലെവൽ ഓഫ് 6th cervical vertebrae. കറക്റ്റ് ആണ്. 2 പോർഷൻസ് അല്ല, 3 പോർഷൻസ് ആണ്. nasopharynx, oropharynx and laryngopharynx. Laryngopharynx is the lowest part and lies behind the larynx. കറക്റ്റ് ആണ്. റോങ് ആയിട്ട് വന്നത് 3 മാത്രമാണ്. ഒന്നുകിൽ നിങ്ങൾ ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ചാലും ശരി സ്റ്റേറ്റ്മെന്റ് വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി 3 മാത്രമാണ് തെറ്റ്. അപ്പൊ C ഓപ്ഷൻ ആണ് ബബിൾ ചെയ്യേണ്ടത്. എന്നിട്ട് മാത്രം നമ്മൾ പോയി ബബിൾ ചെയ്യാവും. ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബബിൾ ചെയ്യുക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഈസോഫേഗസ് ആർ കറക്റ്റ്? അപ്പൊ കറക്റ്റാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കറക്റ്റ് ആണ് വേണ്ടത്. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഈസോഫേഗസ് ഇസ് എ മസ്കുലാർ ട്യൂബ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം
pharynx to stomach. It lies in front of trachea and behind the vertebral column. It pierces the diaphragm to enter the abdomen. It consists of 4 cords, outer connective tissue, muscular cord, submucous and inner mucus. കറക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു, മസ്കുലാർ ട്യൂബാണ്, ഫാരിങ്സ് മുതൽ സ്റ്റൊമക്ക് വരെയുള്ളതാണ്. ശരിയല്ലേ? ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, എല്ലാത്തിലും 1 ഉണ്ട്, അപ്പോൾ ഒന്നും ചെയ്യാനില്ല. അടുത്ത നോക്കാം. ഇറ്റ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ട്രക്കിയ ആൻഡ് ബിഹൈൻഡ് വെർട്ടിബ്രൽ കോളം ആണോ? തെറ്റാണ് അല്ലേ? ട്രക്കിയയുടെ ബാക്കിലും വെർട്ടിബ്രൽ കോളത്തിന്റെ ഫ്രണ്ടിലും ആയിട്ട് വരുന്നു. അപ്പോൾ 2 തെറ്റാണ്. 2 എന്തായാലും ശരിയല്ല. അപ്പോൾ 2 വരുന്ന ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്തോളൂ. ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി. നമ്മൾ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു. യെസ്, 1, 3 and 4 ആണ് കറക്റ്റ്. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ, നമ്മൾ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു. കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ അത് റോങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഉടൻ തന്നെ ഓപ്ഷൻ നോക്കുക, ഈ 2 വരുന്നത് എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ എലിമിനേറ്റ് ചെയ്ത ആൻസർ കണ്ടെത്താൻ പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ 1, 3 and 4 ആർ കറക്റ്റ്. നമുക്ക് 3 ഉം 4 ഒന്ന് വായിച്ചു നോക്കാം. ഇറ്റ് പിയേഴ്സസ് എ ഡയഫ്രം ടു എൻറ്റർ ദ അബ്ഡോമൻ. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ് അല്ലേ? ഇറ്റ് ഈസ് കറക്റ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 cords, an outer connective tissue layer, a muscular cord, a submucous cord and an inner mucous membrane. അതും ശരിയാണ്. അപ്പൊ രണ്ടാമത്തത് റോങ് ആണെന്ന് വന്നപ്പോൾ തന്നെ നമ്മൾ ആൻസറിലെത്തി. എന്നാലും 3 ഉം 4 ഉം വായിച്ചു നോക്കി അത് ക്രോസ് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നമ്മൾ ബബിൾ ചെയ്യണം. ഓക്കെ. അടുത്തത്, which of the following statements about the swallowing are correct? Swallowing consists of 3 parts: voluntary, reflexive and peristaltic movement. Soft palate rises to close the posterior nares when the food enters the pharynx. Breathing continues during the swallowing process. Peristaltic waves help in the movement of food through the esophagus. ഇതിൽ കറക്റ്റ് ആയത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, 3 മാത്രമാണ് റോങ് ആയത്. നമുക്ക് നോക്കാം അതെങ്ങനെയാ വന്നേന്ന് നോക്കാം. സ്വോളോയിങ്ങിന് 3 പാർട്ട് ഉണ്ട്. ആദ്യത്തത് വോളണ്ടറി, പിന്നെ റിഫ്ലെക്സീവ്, പിന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെ. 3 പാർട്സ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ പഠിക്കും. ഓക്കെ. അപ്പൊ അത് ശരിയല്ലേ? അത് ശരിയാണ്. എല്ലാം 1 ശരിയാണ്. അപ്പൊ തന്നെ 1 ശരിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. ഒരു ഓപ്ഷൻ കളഞ്ഞു. രണ്ടാമത്തത്, സോഫ്റ്റ് പാലറ്റ് റൈസസ് ടു ക്ലൂസ് ദ പോസ്റ്റീരിയർ നെയർസ് വെൻ ദ ഫുഡ് എൻറ്റേഴ്സ് ദ ഫാരിങ്സ്. ഇറ്റ് ഈസ് ഓൾസോ ട്രൂ. അപ്പൊ ഓക്കെ, ഒന്നും ചെയ്യാനില്ല. ബ്രീത്തിങ് കണ്ടിന്യൂസ് ഡ്യൂറിങ് സ്വോളോയിങ് ഇല്ല അല്ലെ? ബ്രീത്തിങ് ഒന്ന് ടെമ്പററി നിൽക്കും അല്ലെ? അത്രയും ഹോൾഡ് ചെയ്യും ആ സ്വോളോയിങ്ങിന്റെ സമയത്ത്. അപ്പൊ 3 തെറ്റാണ്. അപ്പൊ 3 വന്നതൊക്കെ കളഞ്ഞോളൂ. 3 വന്നത് കളഞ്ഞു. പക്ഷെ ഇവിടെ കണ്ടോ, 4 വായിച്ചാൽ മാത്രമേ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ അല്ലെ? ഇറ്റ് ഡിപ്പെൻസ്. പെരിസ്റ്റാൾട്ടിക് വേവ്സ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഫുഡ് ത്രൂ ദ ഈസോഫേഗസ്. 1 ഉം 2 ഉം ശരിയാണ്. അപ്പൊ ഇതും വരാം ആൻസർ, ഇതും വരാം ആൻസർ. അപ്പൊ 4ാമത്തെ വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ആ 4 ശരിയാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ ബിയിലെത്തി. ഇത് കണ്ടോ, ഇവിടെ 4 ഓപ്ഷൻസും വായിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ എലിമിനേഷൻ ടെക്നിക് ഉപയോഗിച്ച് ആദ്യമേ മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ ചില സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും ഒക്കെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. ഇന്ന് വെച്ച് പഠിക്കാതെ ഈ എലിമിനേഷൻ ടെക്നിക്ക് മാത്രം വെച്ച് ആൻസർ കണ്ടുപിടിക്കാന്നൊന്നും വിചാരിക്കരുത്. പഠിച്ചാൽ മാത്രം ഈ എലിമിനേഷൻ ടെക്നിക്ക് കൂടെ അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലെത്താം. ഓക്കെ, സമയം ലാഭിക്കാം, പെട്ടെന്ന് ആൻസറിലെത്താം. അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതല്ലാതെ പഠിക്കാതെ ഈ ഒരു ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചൊന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അത് നമ്മൾ ഹാർഡ് വർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ട്രൈ ചെയ്യണം. ബാക്കി നമ്മൾ ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിക്കും. Which of the following statements regarding the salivary glands and saliva are the false? The 3 major salivary glands are parotid, submandibular and sublingual. As saliva is an acidic fluid that helps in protein digestion. Thiolin helps break down the cooked starch into maltose. Physical action of saliva includes lubrication of food and facilitation of swallowing. തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. യെസ്, രണ്ടാമത്തേതാണ് തെറ്റ് അല്ലെ? സലൈവ ഒരു ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. ദാറ്റ് ഹെൽപ്സ് ഇൻ നമ്മുടെ സ്റ്റാർച്ചിനെയാണ് കൂടുതൽ, സ്റ്റാർച്ചിലായിട്ടാണ് ആക്ട് ചെയ്യുന്നത് കൂടുതൽ അല്ലേ? യെസ്. അപ്പൊ എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ ശരിയാണെന്ന് മനസ്സിലായി. ഇവിടെ തെറ്റല്ലേ ചോദിച്ചേക്കണേ? 1 ശരിയായപ്പോൾ തന്നെ 1 വന്നതെല്ലാം കട്ട് ചെയ്തു, ഉടൻ തന്നെ ആൻസറിലെത്തി. യെസ്, 1 തന്നെ ശരിയാണ്. പിന്നെ 1 ഒരിക്കലും തെറ്റെന്ന് വരില്ലല്ലോ. അപ്പൊ 1 വന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റേറ്റ്മെന്റേ വായിച്ചോളൂ, നമ്മൾ ആൻസറിലെത്തി. എന്നാലും നമ്മൾ 2, 3, 4 വായിച്ചു. രണ്ടാമത്തത് തെറ്റാണെന്ന് മനസ്സിലായി. മൂന്നാമത്തത് ശരിയാണ്. തയാലിൻ അല്ലെങ്കിൽ സലൈവറി അമൈലേസ് കുക്ക്ഡ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കുന്നു. ഫിസിക്കൽ ആക്ഷൻ ഓഫ് സലൈവയാണ് ഫുഡിന്റെ ലൂബ്രിക്കേഷനും അതുപോലെ സ്വാളോയിങ്ങിന് സഹായിക്കുന്നതും.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സ്റ്റൊമക് ആർ കറക്റ്റ്? കറക്റ്റ് ഏതാണെന്നുള്ളതാണ്. Stomach is mainly located in the epigastric region. Pyloric antrum is the uppermost part of the stomach. Stomach connects to the duodenum through the pyloric orifice. Stomach is the least dilatable part of the alimentary canal. യെസ്, 1ഉം 3ഉം ആണ് ശരി. ഇത് രണ്ടും റോങ് ആണ് അല്ലെ. പൈലോറിക് ആൻഡ്രം എന്ന് പറയുന്നത് അപ്പർ എന്ന് പറയുന്നത് ഫണ്ടസ് ആണ്. ഫണ്ടസ് ബോഡി പൈലോറിക് ആൻഡ്രം ആണ്. സ്റ്റൊമക്ക് മോസ്റ്റ് ഡൈലറ്റബിൾ പാർട്ടാണ്, ലീസ്റ്റ് അല്ല. അത് രണ്ടും തെറ്റാണ്. നമുക്ക് ചോദിച്ചത് ശരിയായത് കൊണ്ട് 1ഉം 3ഉം. അപ്പൊ ആൻസർ അല്ലാതെ നമുക്ക് നോക്കാം. ദ സ്റ്റൊമക് ഈസ് മെയിൻലി ലൊക്കേറ്റഡ് ഇൻ ദ എപ്പിഗാസ്ട്രിക് റീജിയൻ. ഇറ്റ് ഈസ് കറക്റ്റ് അല്ലെ. എപ്പിഗാസ്ട്രിക്കിലാണ്. 1 ശരിയാണ്. അപ്പോൾ 1 വരുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, 1 വരാത്ത ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് 3 ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തത് വായിച്ചപ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ 2 വന്ന ഓപ്ഷൻ കളഞ്ഞോളൂ. 2 കളഞ്ഞു. അടുത്തത് 3ാമത്തെ ഓപ്ഷൻ, അത് ശരിയാണെന്ന് മനസ്സിലായി. യെസ്, സ്റ്റൊമക് കണക്ട്സ് ടു ഡുവോഡിനം ത്രൂ പൈലോറിക് ഒറിഫൈസ്. സ്റ്റൊമക് ഈസ് എ ലീസ്റ്റ് ഡൈലറ്റബിൾ. അപ്പൊ അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഓപ്ഷൻ, ഇപ്പൊ ഇവിടെ 4ഉം വായിക്കേണ്ടി വന്നു അല്ലെ. അപ്പൊ ഇത് ഡിപ്പെൻസ്. എന്നാലും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കളയാൻ സാധിക്കുന്നു അല്ലെ. ചില ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആർ ഇൻകറക്റ്റ്? ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് അപ്രോക്സിമേറ്റ്ലി 6 meter or 20 feet long in a living person. Duodenum is the shortest and the first part of small intestine. Jejunum forms the last 3/5 of the small intestine. Bile and pancreatic duct open into duodenum at the ampulla of Vater. അപ്പൊ ഇതില് ഈ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. യെസ്, അപ്പൊ ഇതില് ഇൻകറക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. 6 meter ആണെന്നുള്ളത് ശരിയാണോ? അല്ല അല്ലെ. 8 feet അല്ലെങ്കിൽ 2 to 4 meter ഉള്ളൂ. അപ്പൊ അത് തെറ്റ്. അത് ആദ്യം തന്നെ തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ 1 എന്തായാലും ആൻസർ ആയിട്ട് വരണം. 1 ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഒന്നുകിൽ ആൻസർ എ ആകാം, അല്ലെങ്കിൽ ആൻസർ ഡി ആകാം. ഈ 2 ഓപ്ഷനും കളയാൻ പറ്റി. ആദ്യത്തത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണെന്ന്. അപ്പൊ 1 എന്തായാലും ആൻസറിൽ വരണം. അപ്പൊ 1 ഓപ്ഷനിൽ വരാത്ത ഓപ്ഷനൊക്കെ കട്ട് ചെയ്തോളൂ. ബിയും സിയും പോയി. ഇപ്പൊ നമുക്ക് ഈ 2 ആൻസറിൽ നിന്ന് നമ്മള് കോടീശ്വരനൊക്കെ കളിക്കുമ്പം ഇല്ലേ, അതിൽ നമുക്ക് 2 ഓപ്ഷൻസ് കളയാൻ സാധിച്ചു. ഇനി നമ്മൾ ഈ 2 ഓപ്ഷൻ മനസ്സിലാക്കിയാൽ മതി. ഈ 2 ഓപ്ഷൻ ഉണ്ട്. 1ഉം 3ഉം ആകാം തെറ്റ്, അല്ലെങ്കിൽ 1ഉം 2ഉം 4ഉം ആകാം തെറ്റ്. അപ്പൊ 2 വായിച്ചപ്പോൾ അത് ശരിയാന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്തി. മനസ്സിലായോ? യെസ്, അങ്ങനെ വേണം. അപ്പൊ കുറേ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പൊ ഒരുവിധം മനസ്സിലായെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് മനസ്സിലായപ്പോൾ അപ്പോൾ ആ 1 വരാത്ത ഓപ്ഷൻ നമുക്ക് കളയാൻ പറ്റി. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ 2 വന്ന ഓപ്ഷൻ നമുക്ക് കളയണം. 2 ശരിയല്ലേ, അപ്പൊ അതും കളഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ ആൻസറിലോട്ട് എത്തി. അടുത്തത് നോക്കാം. ജെജുനം ഫോംസ് ലാസ്റ്റ് 3/5 അല്ല അല്ലേ, അത് ഇലിയമാണ്. അത് അപ്പർ 2/5 ആണ്. ഓക്കെ, ഇനി ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട് ഓപ്പൺ ഇൻ ടു ഡുവോഡിനം അറ്റ് ദി ആംപുല ഓഫ് വീറ്റർ. അപ്പൊ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ 1ഉം 3ഉം ആണ് ഇൻകറക്റ്റ്. അടുത്തത് അസേർഷൻ റീസണിംഗ്. ഫാരിങ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 parts: nasopharynx, oropharynx and laryngopharynx. Pharynx extends from the base of skull to the level of 6th cervical vertebra and connects with both esophagus and trachea. ഇത് രണ്ടും ശരിയല്ലേ? യെസ്, ശരിയാണ്. പക്ഷേ ഫാരിങ്സിന്റെ 3 പാർട്ട് ഉണ്ട്. ഫാരിങ്സിന്റെ എക്സ്റ്റൻഷനാ പറഞ്ഞിരിക്കുന്നത്. രണ്ടും ശരിയാണ്, പക്ഷെ ഇതില്ല അല്ലെ, കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഈസോഫീഗസ് ഈസ് എ മസ്കുലാർ ട്യൂബ് ദാറ്റ് പാസസ് ത്രൂ ദ thorax and pierces the diaphragm before reaching the stomach. Esophagus is composed of an outer connective tissue layer, muscular coat with longitudinal and circular muscle fibers, submucous coat and an inner mucous membrane. ഇതും രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ രണ്ടും വായിച്ചു നോക്കുക. രണ്ടും കണക്റ്റഡ് ആണോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കുക. അടുത്തത്, the soft palate is a movable hinged flap of fibrous tissue and mucous membrane that contains the uvula. Uvula is a conical process that hangs from the middle of the soft palate and helps in food digestion. Okay, ഇതിൽ എന്താ വരുന്നത്? യെസ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ. യെസ്, ഇത് ശരിയാണോ? യെസ്, the R is false അല്ലെ. അത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതൊന്നും അല്ല. യെസ്, ഇറ്റ് ഈസ് എ കോണിക്കൽ പ്രോസസ് ദാറ്റ് ഹാങ്സ് ഫ്രം ദ മിഡിൽ ഓഫ് സോഫ്റ്റ് പാലറ്റ്. അപ്പം A is true, ഒന്ന് ട്രൂ ആണ്, ഒന്ന് ഫോൾസുമാണ്.
അടുത്തത് the act of swallowing involves voluntary and reflex action. Swallowing begins voluntarily, but once food enters the pharynx, it becomes a reflex action where breathing temporarily ceasing. അല്ലെ, 3 രീതിയിലുണ്ടെന്നല്ലേ, ഒരു വോളണ്ടറി ഉണ്ട്, റിഫ്ലെക്സ് ഉണ്ട്, പിന്നെ പെരിസ്റ്റാൾസിസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ വോളണ്ടറി ആക്ഷൻ ആണ് സ്വോളോയിങ്, പിന്നെ ഫാറിങ്സിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് റിഫ്ലെക്സ് ആക്ഷനായി മാറുന്നു. അപ്പോൾ ബ്രീത്തിങ് ടെമ്പററിലി സീസ് ചെയ്യുന്നു, പിന്നെ ഈസോഫേഗസിലോട്ട് പോകുമ്പോൾ അവിടെ പെരിസ്റ്റാൾസിസ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? യെസ്, രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനും അല്ലേ? യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് വരും? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Saliva aids digestion by breaking down starch into maltose. Thialin, an enzyme present in saliva, hydrolyzes starch in an acidic medium. യെസ്, ആദ്യത്തത് ശരിയാണ് അല്ലെ, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അസിഡിക് മീഡിയത്തിലാണോ ആൽക്കലൈൻ മീഡിയത്തിലാണ്? തയാലിൻ ആൻ എൻസൈം പ്രസന്റ് ഇൻ സലൈവ, ഹൈഡ്രോലൈസസ് സ്റ്റാർച്ച് ഇൻ ആൻ ആൽക്കലൈൻ മീഡിയം. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. Small intestine is a primary site for digestion and absorption of nutrients. Small intestine contains duodenum, jejunum and ileum, where bile and pancreatic juices aids in digestion. Okay. ശരിയല്ലേ? അതെ, ശരിയാണ്. പ്രൈമറി സൈറ്റ് ഏറ്റവും ആദ്യം അബ്സോർപ്ഷൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. കാരണം അവിടെ ഡുയോഡിനും ജെജുനുമുണ്ട്, ഇലിയമുണ്ട്, ഈ ബൈല് പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ വരും. ആ ഡക്റ്റ് ഡുയോഡിനത്തിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ബൈ ആംപിൾ ഓഫ് വീറ്റർ അല്ലേ. അപ്പൊ ഇതെല്ലാം ഡൈജഷന് സഹായിക്കുന്നുണ്ട്, അബ്സോർപ്ഷനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ രണ്ടും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. യെസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡൈജഷൻ ആണ് പഠിച്ചത്. ഡൈജഷന്റെ അനാറ്റമിക്കൽ സ്ട്രക്ചറിന്റെ ആദ്യത്തെ പാർട്ട് ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പഠിക്കുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക, മാക്സിമം MCQ മൂക്കും അറ്റംപ്റ്റ് ചെയ്യുക. ഇതുപോലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്